ജേഴ്സി ഒക്കെ തന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറച്ച് സൈലന്റ് ആയി. അപ്പൊ നമുക്ക് ടെൻഷനായി, ഇങ്ങനെ ഇനി ഉണ്ടാവോ ഇല്ലയോ. നമ്മൾ എന്നും കോണ്ടാക്ട് ചെയ്യും, മെസ്സേജ് അയക്കും ഒരു മാനേജറിന്. അടിപൊളിയാണ് അത്, വേറെ തന്നെ ഒരു ലെവൽ ഫീലിംഗ് ആണത്. കാരണം എത്രയോ ആൾക്കാർ വന്ന് നമ്മളെ പേര് വിളിക്കുന്നതും നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതും വലിയൊരു കാര്യമാണ്, ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പൊ അത് എന്നും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും. ഇവാൻ കോച്ച് വന്ന ശേഷം എല്ലാ യങ് പ്ലേയേഴ്സിനും ഒരു പ്രത്യേകതരം കോൺഫിഡൻസ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇവര് യങ്സ്റ്റേഴ്സിനെ വളരെ സപ്പോർട്ട് ചെയ്യും. എനിക്ക് മനസ്സിലിങ്ങനെ ഉണ്ട്, വിഷമമുണ്ട്, ആങ്സൈറ്റി ഉണ്ട്, എല്ലാം ഉള്ളിലുണ്ടായിരുന്നു മനസ്സിൽ. എങ്ങനെയാണ് ഇത് ആൾക്കാരോട് പറയല്, എങ്ങനെ ആൾക്കാർ എടുക്കും, അവിടെ പോയാൽ എങ്ങനെ ആയിരിക്കും, നമ്മളെ ചെക്കൻ അവിടെ പോയി രക്ഷപ്പെട്ടു. അത് ഒരു പ്ലെയറിന്റെ ഇതാണ്. നമ്മൾ ചിലപ്പം ഭാഗ്യമായിരിക്കും, ഞാൻ ടീം അങ്ങോട്ട് പോയി ജയിക്കുന്നു. കുറെ എൻ്റെ ടീംമേറ്റ്സ് ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, കൊച്ചിയിലേക്കാണ് പോകുന്നത്, റെഡിയല്ലേ, ജയിക്കോ, ഗോൾ അടിക്കോ, സെലിബ്രേഷൻ ചെയ്യോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മലയാളിയായിട്ട് ആകെ ഉണ്ടായത് ഓനാണ്. അപ്പോൾ ഓൻ്റെ വൈഫ് കുട്ടിയൊക്കെ ആയി. അപ്പൊ എൻ്റെ വൈഫും ഓൻ്റെ വൈഫൊക്കെ ഭയങ്കര കൂട്ടാണ്, ഭയങ്കര എൻജോയ്മെന്റ് ആണ് ഓന്. എന്താ പറയാ, ഓനിപ്പോ ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാവരും ലൈറ്റ് ആവും. ഐ മീൻ ഒരു പ്രസൻസ് ഓഫ് ഇതെന്തോ പറയൂലോ, അതുണ്ടോ എനിക്ക്. എൻ്റെ വൈഫ് കൂടെ തന്നെ ഉണ്ടായിരുന്നു, ഫുൾ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തൊക്കെയോ നമുക്കൊരു ലെസൺ തന്നു. ഇന്ത്യൻ ഫുട്ബോളർ സഹൽ അബ്ദുസമദാണ് ദ ക്യൂ അഭിമുഖത്തിൽ. സ്വാഗതം. താങ്ക് യു. അല്ലയിൽ നിന്നാണ് ഈ ഫുട്ബോൾ ജേണി തുടങ്ങുന്നത്. പിന്നീട് യൂണിവേഴ്സിറ്റി ടീമിന് വേണ്ടി കണ്ണൂരിലേക്ക് വരുന്ന SN കോളേജ്, സന്തോഷ് ട്രോഫി, ISL, പിന്നീട് നാഷണൽ ടീം. അത് ഈ ജേണിയിൽ ഓരോ ഘട്ടത്തിലും ഉയർച്ചയും താഴ്ചയും ഉണ്ടാവും. പലപ്പോഴും വിമർശനങ്ങൾ വരും, അംഗീകാരങ്ങൾ വരും. ഒരു സെൽഫ് അനാലിസിസ് നിലക്ക് സഹൽ ഉദ്ദേശിച്ച ഒരു ഫുട്ബോൾ കരിയർ സഹൽ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ സഹലിന്റെ ഒരു ഡ്രീം സ്പേസ് ഏതാണ്? അങ്ങനെ ഇപ്പൊ ചോദിച്ചാല് പറയുമ്പോ എല്ലാവർക്കും പറയാം ഞാൻ ഇപ്പം നാഷണൽ പ്ലെയർ ആണെന്ന്. പക്ഷെ ഏറ്റവും വലിയ സന്തോഷം തീർച്ചയായും അത് തന്നെയാണ്, ഏറ്റവും അൾട്ടിമേറ്റ് അതാണ് ഒരു പ്ലെയർ എന്ന രീതിയിൽ. പക്ഷെ എനിക്ക് ഇപ്പോഴും എന്താ പറയാ, നാഷണൽ ടീമിലും അതേപോലെ ക്ലബിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിൽ കളിച്ചാലേ നമുക്ക് നാഷണൽ ടീമിൽ സ്ഥിരമായിട്ട് കളിക്കാൻ പറ്റും. അപ്പൊ എൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരു, നമ്മൾ ഉദാഹരണം സുഹേൽ ഛേത്രി, മൂപ്പരെ പോലെ ഇപ്പോഴും ഫിറ്റായിട്ട് 40 വയസ്സായി. അപ്പോൾ ആ റേഞ്ചിൽ തന്നെ എനിക്ക് ഇനിയും പെർഫോം ചെയ്യണം, കൂടുതൽ മെച്ചപ്പെടുത്തണം എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് എനിക്ക്. എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കിപ്പോഴും ആ ലെവലിൽ ഞാൻ എത്തിയിട്ടില്ല എന്നൊരു ഫീൽ ഇടയ്ക്ക് തോന്നും. പക്ഷെ അവിടെ എത്തും ഞാൻ. അതായത് ഈ താരങ്ങളുടെ പൊട്ടൻഷ്യൽ എപ്പോഴും ആളുകൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ സഹൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയ ആദ്യ സീസൺ കഴിഞ്ഞ ശേഷമാണ് സഹലിൽ ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളതും അത് ആഘോഷിക്കപ്പെടുന്നതും. പിന്നീട് അത് കഴിഞ്ഞിട്ടുള്ള സീസൺ വരുമ്പോഴേക്ക് പോസ്റ്റർ ബോയ് ആവുന്നു, അതൊരു ടോപ്പ് സ്കോറർ ആവുന്നു, കൂടുതൽ ഹീറോ ഓഫ് ദ മാച്ച് കിട്ടുന്നു. അപ്പോൾ സഹൽ ആ സമയത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് എൻ്റെ പൊട്ടൻഷ്യൽ ഇപ്പോഴും പുറത്തെടുക്കാനായിട്ടില്ല എന്നുള്ളത്. അപ്പോൾ കുറെ കൂടെ ഇപ്പോൾ ഒരു തൃപ്തി ഉണ്ട്, അതല്ലെങ്കിൽ കുറെ കൂടെ ഞാൻ മെച്ചപ്പെട്ടു എന്നുള്ളത്? തീർച്ചയായും അത് മനസ്സിലൊരു സൈഡിൽ എനിക്കുണ്ട്. ഞാൻ ഒരു മെച്ചപ്പെട്ടു എന്നുള്ളൊരു മെച്ചുവർഡ് പ്ലെയർ എന്നുള്ള രീതിയിൽ എനിക്ക് ഫീൽ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്നും ഇമ്പ്രൂവ്മെന്റ് ആണ്. എനിക്ക് അത് ചെയ്തുകൊണ്ടിരിക്കണം. അത് ട്രെയിനിങ് ആയിക്കോട്ടെ, കളി ആയിക്കോട്ടെ, എനിക്ക് ഇമ്പ്രൂവ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളൊരു ഫീലാണ് എപ്പോഴും. ഓക്കെ, ലൈഫിൽ ഒരു ഫസ്റ്റ് ഫുട്ബോൾ മൊമെന്റ് ചോദിച്ചാൽ അത് ഏതായിരിക്കും? അത് ഞാൻ എന്താ പറയാ, ഞാൻ 3rd സ്റ്റാൻഡേർഡിൽ ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് ആയിട്ട് സ്കൂൾ ടീം കയറിയത് അന്നാണ്, ആ ദിവസമാണ്. അപ്പൊ അത് എനിക്കൊരു ഫേവറേറ്റ് മൊമെന്റ് ആണ്. ഓക്കെ, അതായത് ആ സമയത്ത് മുതൽ തന്നെ ഈ മാച്ച് കാണാറുണ്ടോ, അതല്ലെങ്കിൽ ഇതിനോടൊരു ടേസ്റ്റ് വരുന്ന ഏത് ഘട്ടത്തിലാണ്? ഫുട്ബോള് ഞാൻ പറയാം, ചെറുപ്പത്തിലൊക്കെ എല്ലാവരും പിള്ളേരൊക്കെ കാർട്ടൂൺസ് ഒക്കെ കാണില്ല. പക്ഷെ ഞാൻ നേരെ ഓപ്പോസിറ്റ് ആണ്. എനിക്ക് ലൈവ് കളിയൊന്നുമില്ല. എനിക്ക് ഏതിപ്പം 90 മിനിറ്റ്സ് ഏത് കളി റിപ്പീറ്റ് കളി മാച്ച് ആയാൽ മതി, ഞാനത് ഇരുന്ന് കാണും. ഞാനും എൻ്റെ ചെറിയ യങ് ബ്രദർ ഉണ്ട്, ഏട്ടനൊന്നുണ്ട്, സുഹാസ് എന്നുണ്ട്. അപ്പൊ നമ്മളെ അടിയാവല് ഇതിന് വേണ്ടിയിട്ടാണ്. മൂപ്പര് അനിയന് വേണ്ടിയിട്ട് കാർട്ടൂൺ വെച്ചു കൊടുക്കും. പക്ഷെ എനിക്ക് കാണേണ്ടത് ഇതാണ്, ഫുട്ബോളാണ്. അത് ഏത് കളി ആയിക്കോട്ടെ ഞാൻ ഇരുന്ന് കാണും, എൻജോയ്, അതാണ് എൻ്റെ എൻജോയ്മെന്റ്. ഓക്കെ, അല്ല അതിനുശേഷം പിന്നീട് 3rd സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് ടീമിന്റെ ഭാഗമാവുന്നു. അതായത് ഒരു കുറെ കൂടെ നമുക്കൊരു 8-9 ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്താണോ നമുക്ക് ഫുട്ബോൾ നമ്മുടെ ടേസ്റ്റ് ആണെന്നുള്ളതും ഞാനിതൊന്ന് ഫോക്കസ് ചെയ്യണമെന്ന് തോന്നുന്ന സമയത്തായിരുന്നു? ഇല്ല, ആ സമയത്തും എനിക്ക് ഫുട്ബോളാണ് എൻ്റെ ഇതെന്ന് ഞാൻ
ഡിസൈഡ് ചെയ്തിട്ടില്ല, ആ മനസ്സിൽ വന്നിട്ടില്ല. ഞാൻ ഫുട്ബോൾ ഒരു എന്താ പറയുക എൻജോയ്മെന്റ് ആണ് എനിക്ക്, അത് മാത്രമേ ഉള്ളൂ. സ്കൂൾ കഴിഞ്ഞാൽ എനിക്ക് കളിയാണ്, സ്കൂളിലും കളിയാണ്, അത് വേറെ കാര്യം. അപ്പോൾ ഫുട്ബോൾ ആ എൻജോയ്മെന്റ് ചെയ്ത് 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 പിന്നെ ഞാൻ പറഞ്ഞില്ലേ നാട്ടിൽ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് ഫുട്ബോൾ എന്താണ്, ഇന്ത്യൻ ഫുട്ബോൾ എന്താണ് അതൊക്കെ അറിഞ്ഞതും പഠിച്ചതൊക്കെ ഇവിടെ എത്തിയതിന് ശേഷമാണ്. അത് അല്ലെങ്കിലാണല്ലോ കുറെ കൂടി ഒരു മെച്ചപ്പെട്ട പ്രാക്ടീസ്, ഒരു ഫുട്ബോളിന്റെ ടേസ്റ്റ് കിട്ടുന്നത്. പിന്നീട് അവിടുന്ന് ഇതിന്റെ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജ് ചെയ്തിരുന്നു. ഡെവലപ്മെന്റ് ഞാൻ അക്കാഡമിയിൽ ഉണ്ടായിരുന്നു, അൽ ഇത്തിഹാദ് അക്കാഡമി. അപ്പോൾ അവർ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നാട്ടിലേക്ക് ക്യാമ്പിന് വരും. ആദ്യം നമ്മൾ വന്നത് ഗോവയിലായിരുന്നു, പിന്നെ ബാംഗ്ലൂർ വന്നു, പിന്നെ ഗോവയിലേക്ക് വീണ്ടും വന്നു. അപ്പം ഞാൻ ഇവിടെ എന്തോ under-21 ആ ക്യാമ്പിൽ എന്തോ ആയിരുന്നു. ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ വരും. അപ്പോൾ ബാംഗ്ലൂർ നമ്മൾ under-16 ഒക്കെ നാഷണൽ ടീമിനോട് ഫ്രണ്ട്ലി മാച്ചൊക്കെ ഇങ്ങനെ കളിക്കും. അപ്പോഴാണ് എനിക്ക് ആ ഇത് വന്നത്, നാഷണൽ ടീം എന്നുള്ള ഒരു ചെറിയൊരു ഐഡിയ ക്ലിക്ക് ചെയ്തത് ആ സമയത്തായിരുന്നു. പിന്നെ നമ്മൾ ഈ വേൾഡ് കപ്പ് കളിച്ച ടീമില്ലേ under-17 ഇന്ത്യൻ ടീം, രാഹുൽ KP എല്ലാവരും ഉണ്ടായതാണ്. അവരായിട്ടൊക്കെ നമ്മള് കളിച്ചിരുന്നു. അതെ, ആ സമയത്ത്. അപ്പോൾ അവരായിട്ട് നമ്മൾ ഫ്രണ്ട്ലി മാച്ചൊക്കെ ഗോവയിൽ നിന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് ആ നാഷണൽ ടീം ക്ലിക്ക് ആയത് ആ സമയത്തൊക്കെ. പിന്നീട് ഈ തിരിച്ച് കവായിലേക്ക് തന്നെ തിരിച്ചു പോരാൻ തീരുമാനിച്ച മൊമെന്റ് ആയിരുന്നു, യൂണിവേഴ്സിറ്റി പഠനമൊക്കെ ഇവിടെ ആക്കാം എന്നുള്ളത്. അത് ഞാൻ ഫുട്ബോളായിട്ട് വന്നതല്ല, ഞാൻ സ്റ്റഡീസ് വിത്ത് ഫുട്ബോൾ അങ്ങനെ വന്നതാണ്. പക്ഷെ ഇവിടെ എത്തിയതിനു ശേഷം അത് അതായത് ഇവിടെ എത്തിയിട്ട് കേരളത്തിൽ എത്തിയിട്ട് ആദ്യം തുടങ്ങുന്നത് യൂണിവേഴ്സിറ്റി ടീമിലാണ്. യൂണിവേഴ്സിറ്റിയിലാണ്. അതിന് മുന്നേ ഞാൻ നാട്ടിൽ സെവൻസ് ഒക്കെ കളിച്ചു. കോളേജ് ഞാൻ SN കോളേജിൽ പോകുന്നതിന് മുന്നേ വേറൊരു കോളേജ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നാട്ടിലേക്ക് എത്താൻ വേണ്ടി ലേറ്റ് ആയി. അപ്പോൾ അഡ്മിഷൻസ് ഒക്കെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായ സമയത്ത് ഞാൻ ഒരു നോർമൽ സെന്റ് ജോസഫ് കോളേജിലേക്ക് പറഞ്ഞിട്ട് പോയി. അവിടുന്ന് യൂണിവേഴ്സിറ്റി ഒക്കെ കളിച്ചു. അപ്പോഴാണ് ഫുട്ബോളിന്റെ ഒരു പരിപാടി പിടിച്ചത്. അപ്പൊ ആ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി പ്ലെയർ എന്നുള്ള ഒരു ഇത് എനിക്ക് ഉണ്ടായി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സന്തോഷ് ട്രോഫിക്ക് വരുന്നത്. അവിടുന്ന് SN കോളേജിലേക്ക് ഞാൻ മാറി, ഷിഫ്റ്റ് ചെയ്തു ഒരു ഇയർ കഴിഞ്ഞിട്ട്. അപ്പൊ അവിടുന്ന് അതെ, സന്തോഷ് ട്രോഫി ഒരു സഹലിനെ മെർജ് ചെയ്തെടുത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാല്, അത് എന്താ പറയാ, ഇതൊക്കെ തന്നെയാണ് യൂണിവേഴ്സിറ്റി കളി തന്നെയാണ്. യൂണിവേഴ്സിറ്റി കളി മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് സന്തോഷ് ട്രോഫിക്കുള്ള ഒരു ഇതാണ്. അപ്പോൾ എനിക്ക് ആ ഗേറ്റും എന്താ പറയാ പഠിച്ചോനെ അത് കറക്റ്റ് ആയിട്ട് ഓപ്പൺ ആക്കി തന്നെ. അന്ന് ഒരു റൂൾ എന്തോ ഉണ്ടായിരുന്നു, 97 6 പ്ലേയേഴ്സ് വേണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ കറക്റ്റ് 97 ഏജിലായിരുന്നു. എന്റെ കൂടെ വേറെ 5 നല്ല പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ജിഷ്ണു ഉണ്ടായിരുന്നു, മുഹമ്മദ് പാറക്കൊട്ടിൽ, പിന്നെ അസറുദ്ദീൻ. അവർക്ക് ഇപ്പൊ എക്സസ് ഏതോ ഗവൺമെന്റ് ഇതിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ സന്തോഷ് ട്രോഫി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കോളേജ് ടീം അല്ലെങ്കിൽ ഇന്നർ സ്പേസ് കുറച്ചുകൂടി പുറത്ത് കിടക്കുകയാണ്. കുറെ കൂടെ ആളുകളെ പരിചയപ്പെടാനും നമുക്കൊരു വിസിബിലിറ്റി കിട്ടും എന്നുള്ളതൊക്കെ. ഈ സന്തോഷ് ട്രോഫി പീരീഡ് ശരിക്ക് സഹലിന്റെ ഒരു ഫുട്ബോളറെ മെച്ചപ്പെടുത്തി എടുക്കുന്നത് ഏത് ഘട്ടത്തിലായിരുന്നു? എന്താ പറയാ, ഞാൻ ഫസ്റ്റ് ഗോൾ അടിക്കുന്നത് കോഴിക്കോടാണ്. അപ്പൊ ആ ഗോൾ അടിച്ചപ്പോ തന്നെ എന്താ പറയാ, എന്റെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ കോഴിക്കോട് കളി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫീല് വന്നു, ഞാന് തുടങ്ങാന്നുള്ള ഒരു ഫീല് വന്നു. പിന്നെ കുറച്ച് ഇതേപോലെ ഇന്റർവ്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോഴാണ് കുറച്ച് മനസ്സിലായത് ഫുട്ബോള് എങ്ങനെയാണ്, എന്താണ്. അതായത് ഈ സന്തോഷ് ട്രോഫിയിൽ കളിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഒരു ഡ്രീം ആ സമയത്തേക്ക് ഒരു ട്രാക്കിലായിട്ടുണ്ടായിരുന്നു, അത് എന്റെ ഫുട്ബോൾ സ്പേസ് എന്നുള്ളത്. ആ സമയത്തുള്ള ഒരു മെയിൻ ഒന്ന് ഓർത്തെടുക്കാവോ? അത് സന്തോഷ് ട്രോഫിന് മുന്നേ തന്നെ ഉണ്ടായി. നമ്മള് under-21 കണ്ണൂർ ഡിസ്ട്രിക്ട് കളി ഉണ്ടായിരുന്നു, അത് എറണാകുളത്ത് വെച്ചുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് തന്നെ ഓൾമോസ്റ്റ് ഫീൽഡിലേക്ക് ഞാൻ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ തന്നെ നമ്മള് എന്താ പറയാ, പറ്റുന്നത് പോലെ ഒരു പ്രൊഫഷണലായിട്ട് നീങ്ങുന്ന ഒരു സമയമായിരുന്നു അത്. എന്നിട്ടാണ് പിന്നെ സന്തോഷ് ട്രോഫിയിൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി. പക്ഷെ നമ്മള് സെമിയിൽ എന്തോ തോറ്റുപോയി. സെക്കൻഡ് റൗണ്ട് ഗോവയിലായിരുന്നു. സെമി ഫൈനൽ നമ്മള് മറ്റേ ഗോവനായിട്ട് തോറ്റു. എന്റെ ടീംമേറ്റ് ആണ് ലിസ്റ്റൻ. നേരത്തെ കളിച്ചിട്ടുണ്ട്. അതെ, ലിസ്റ്റൻ കൊലാസോ ഉണ്ട്. ഓനാണ് സെമി ഫൈനലിൽ നമ്മൾക്കെതിരെ 2 ഗോൾ നമ്മള് തോപ്പിച്ചത്. അപ്പൊ ഇപ്പോഴത് നമ്മൾ പറഞ്ഞപ്പോ ഇതാക്കലുണ്ട്, സംസാരിക്കലുണ്ട്. അതായത് പിന്നീട് സന്തോഷ് ട്രോഫി നമ്മൾ ഈ പ്രൊഫൈൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ടീമിന്റെ ക്യാമ്പ് പ്രാക്ടീസിന് അപ്പുറത്തേക്ക് സഹൽ ഒരു പേഴ്സണൽ എക്സ്പ്ലോറിങ് എങ്ങനെയായിരുന്നു? നമ്മുടെ ഒരു ജേർണി ക്ലിയർ ആക്കണം, നമുക്കൊരു എയിം ഉണ്ട്, നമ്മുടെ ഒരു ഗോൾ ഉണ്ട്. ആ നിലക്ക് സഹൽ ഒരു പേഴ്സണൽ എക്സ്പ്ലോർ ശരിക്കും എങ്ങനെയായിരുന്നു? ഈ സന്തോഷ് ട്രോഫി കഴിയുമ്പം തന്നെ എനിക്കൊരു നമ്മൾ ഈ 6 പ്ലേയേഴ്സിന് ഒരു ചെറിയ ഓഫർ പോലെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിന്. ഗോകുലത്ത് നിന്നായിരുന്നു ആ സമയത്ത്, നമ്മളെ ബിനു ജോർജ് സാർ.
അപ്പൊ ആ സമയത്താണ് ക്ലബിന്റെ ഒരു ഇത് മൈൻഡിൽ വന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ആരും സൈൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. നമ്മളത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാന്നുള്ള ഒരു രീതിയിലായിരുന്നു. പിന്നീടാണ് ആ കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നാട്ടിലെത്തിയിട്ട് കഴിഞ്ഞിട്ടാണ് നമുക്ക് റിസർവ് ഇങ്ങനെ ബ്ലാസ്റ്റേഴ്സ് എന്നൊരു റിസർവ് ടീമിലേക്ക്. അപ്പൊ അത് ഭയങ്കര ഒരു എന്താ പറയാ, അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ തുടങ്ങി എന്നുള്ളത്. നമ്മള് ഒരു പ്ലെയർ ആവണം എന്നുള്ളത് പ്രൊഫഷണൽ ആയിട്ട്. അങ്ങനെ എനിക്കും ജിഷ്ണുവിനൊക്കെ ഇങ്ങനെ ഒരു ഓഫർ വന്നിട്ട്. ഇത് കൊറേ ബാക്കിൽ നടന്നു. ഞാനും ജിഷ്ണു അവരിങ്ങനെ അനൗൺസ്മെന്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് കുറെ നമ്മള് ഇവിടത്തേക്കൊക്കെ വിളിച്ചു, ജേഴ്സി ഒക്കെ തന്നു, ഫോട്ടോ ഒക്കെ എടുത്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറച്ച് സൈലന്റ്. അപ്പൊ നമുക്ക് ടെൻഷനായി, ഇങ്ങനെ ഇനി ഉണ്ടാവോ ഇല്ലയോ. നമ്മൾ എന്നും കോണ്ടാക്ട് ചെയ്യും, മെസ്സേജ് അയക്കും ഒരു മാനേജറിന്. ആ സമയത്താണ്. അപ്പൊ നമ്മളിങ്ങനെ ടെൻഷനായി. ഇത് എല്ലാരും അറിഞ്ഞു നമ്മളിങ്ങനെ പോകുന്നുണ്ട് എന്ന്. അപ്പൊ ഇനിയിപ്പോ ഒന്നും ഇല്ലെങ്കിൽ അത് നാണക്കേടാണ്, ഒരു നമുക്ക് തന്നെ ഡിമോട്ടിവേറ്റ് ആവും. അപ്പൊ പിന്നെ അവര് ഒഫീഷ്യലി റിസോർട്ട് ടീമിന്റെ ഭാഗമായി എത്തുന്ന ഒരു മൊമെന്റ് ശരിക്കും എങ്ങനെയായിരുന്നു? ഒരു അടിപൊളി ഫീലാണ്. ഫസ്റ്റ് അതിന്റെ ട്രയൽസ് ഉണ്ടായത് അംബേദ്കർ സ്റ്റേഡിയത്തിലാണ്. അപ്പൊ തങ് ബോയ് സാറാണ് ഇതിന്റെ കോച്ചായിട്ട് വന്നത്. അപ്പൊ തന്നെ അയാളിങ്ങനെ കുറച്ച് 2-3 പ്ലേയേഴ്സിനെ ഒക്കെ പറഞ്ഞു സെലക്ട് ചെയ്തു എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ഭയങ്കര ഫീലാണ്. റിസർവ് ടീം അവിടെ നിൽക്കട്ടെ, നമ്മള് കേരള ബ്ലാസ്റ്റേഴ്സ് ആണല്ലോ. അതെ. അപ്പം എന്താ പറയാ, പിന്നെ നമുക്ക് ആകാംക്ഷയായി റിസർവ് ടീം എങ്ങനെ ആയിരിക്കും, ക്യാമ്പ് എങ്ങനെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഡയറക്റ്റ് പോയത് ഫസ്റ്റ് ടീമിന്റെ കൂടെ പ്രീ സീസൺ ആയിരുന്നു സ്പെയിനിലേക്ക്. അപ്പം ഇത് മാറി, നമ്മളൊക്കെ മൈൻഡ് സെറ്റ് ലെവല് മാറിയെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാണ് ഇവരെ ടൈമിങ്ങും കാര്യം. 7:30 ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പറഞ്ഞാല് നമ്മള് 6:30 റെഡിയായി ഇങ്ങനെ ഇരിക്കും. ലേറ്റ് ആയ പ്രശ്നമാണെന്നൊക്കെ വിചാരിച്ച് ഫുൾ ടെൻഷനും കാര്യം. പിന്നെ നമ്മള് എല്ലാരും ഉണ്ടായി, CK വിനീതേട്ടൻ ഉണ്ടായി, റിനോട്ടൻ ഉണ്ടായി, പ്രശാന്ത് ഉണ്ടായി. അപ്പൊ അവരൊക്കെ കൂടി നമ്മള് പതുക്കെ അങ്ങനെ ഒരു ഫാമിലി പോലെ ആയി. അതായത് അല്ലേനി എന്നുള്ള ഈ ജേർണി നോക്കുന്ന സമയത്ത് റിസർവ് ടീമിൽ നിന്ന് പിന്നീട് മെയിൻ ടീമിലേക്ക് എത്തുക എന്നുള്ളത് ആ സമയത്ത് ഏറ്റവും വലിയ സ്വപ്നം അതായിരിക്കുമല്ലോ. കാരണം നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ഡെബ്യൂ മാച്ച് കിട്ടുക എന്നുള്ളത്, പ്രത്യേകിച്ച് കൊച്ചിയിൽ കൂടെ എന്നുള്ളത്. അപ്പോ അതിലേക്കുള്ള ഒരു ജേർണി എങ്ങനെയായിരുന്നു? എല്ലാം ഞാന് കൂടുതലായിട്ട് അങ്ങോട്ട് ചിന്തിക്കുന്ന ഒരാളല്ല, മൊമെന്റിൽ ജീവിക്കുന്നതാണ്. അപ്പോ ഇങ്ങനെ റിസർവ് ടീമില് നമ്മൾ എന്താ പറയാ, നല്ലൊരു അച്ചീവ്മെന്റ് ആയിരുന്നു. അത് കഴിഞ്ഞാണ് സീനിയർ ടീമിലേക്ക് ഇങ്ങനെ ട്രെയിനിങ് ഒക്കെ കറക്റ്റ് ആയിട്ട് തുടങ്ങി മെയിൻ ടീമിന്റെ കൂടെ. പിന്നെ അങ്ങനെയാണ് ഡെബ്യൂ കിട്ടിയത് ഇവിടുന്ന് കൊൽക്കത്ത. അതായത് ഡേവിഡ് ജെയിംസ് സമയത്താണ് നമുക്ക് ഡെബ്യൂ കിട്ടുന്നത്. അത് കൊൽക്കത്തക്കെതിരായിരുന്നു. പക്ഷെ ആ കൊൽക്കത്തയില് ടീമിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതൊരു സന്തോഷമുള്ള കാര്യമാണ്. മറ്റൊന്ന് 97 മത്സരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചത്. അപ്പോ ആ ജേർണി ശരിക്ക് ഒരു ഫസ്റ്റ് മാച്ചിന് ഇറങ്ങുന്ന സമയത്തുള്ള ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? അത് ആ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും എനിക്ക് എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഒന്നും ഒരു ഐഡിയ ഇല്ല. ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ എന്താ പറയാ, കളിയിൽ ഇറങ്ങിയാൽ കുറച്ച് സമയം എനിക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ലാസ്റ്റ് മിനിറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പം എന്തൊക്കെയോ ചെയ്തു. കളി അങ്ങനെ പെട്ടെന്ന് ഷടപടേന്ന് പറഞ്ഞിട്ട് കളിയും കഴിഞ്ഞു. എന്താ സംഭവിച്ചെന്ന് അറിയില്ല. പിന്നെയാണ് ഇങ്ങനെ എന്താ പറയാ, ടൈമൊക്കെ മാനേജ് ചെയ്യാനും ഇതൊക്കെ മനസ്സിലായത് അത് കഴിഞ്ഞിട്ടാണ്. അതായത് ഒരു ബിരുദ പഠനത്തിന് വേണ്ടി നാട്ടിലേക്ക് വന്നൊരു കൗവായിക്കാരൻ കേരളത്തിന് വേണ്ടി കൊൽക്കത്തയിൽ പോയി അത് സീനിയർ ടീമിന് വേണ്ടി കളിക്കാൻ ഇറങ്ങുന്നെന്ന് പറഞ്ഞ സമയത്ത് തന്നെ നമ്മുടെ ഒരു സ്വപ്നത്തിന്റെ ഒരു ആദ്യ പടിക്ക് നമ്മൾ എത്തുന്നുണ്ടല്ലോ. പിന്നീട് ഈ സീനിയർ ടീമിൽ ആ സീസൺ പിടിച്ചു നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ലഭിച്ച അവസരം മുതലെടുത്തിട്ടില്ലെങ്കിൽ, കാരണം അത്രയും ആളുകൾ ബെഞ്ച് സ്ട്രെങ്ത് ഉള്ള സമയം കൂടിയായിരുന്നല്ലോ അത്. പിന്നീട് ആ സമയത്ത് സഹലിന്റെ ഒരു പേഴ്സണൽ ഫോക്കസ് എന്തായിരുന്നു? മെയിൻ ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ എപ്പോഴും അന്നും ഇന്നും വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്തായാലും പറയാൻ പറ്റൂല എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്തിട്ട് പിന്നെ ബാക്കി എന്താണാവോ അത് സ്വീകരിക്കാന്നുള്ളതാണ്. അപ്പൊ അതേപോലെ തന്നെയാണ് കീപ് വർക്കിംഗ്. ആ സീസൺ ബ്രേക്ക് ചെയ്ത ശേഷമായിരുന്നല്ലോ ഒരു സ്പെഷ്യൽ പ്രാക്ടീസ് സെഷൻ ഒക്കെ വെച്ച് കുറെ കൂടെ സഹൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ശരിക്കും ആ ഒരു പ്രാക്ടീസിനെ കുറിച്ച് പല ഘട്ടത്തിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഏത് തരത്തിലാണ് സഹലിനെ ഒന്ന് മോഡിഫൈ ചെയ്തത്? എനിക്ക് പണ്ട് മുതലേ പറയുന്നത് ഫിനിഷിങ്ങിന്റെ ഒരു കുറവാണ്.
അപ്പൊ എനിക്ക് തോന്നുന്നു ആ സീസൺ ഞാൻ സ്പെഷ്യലായിട്ട് ട്രെയിനിങ് പനമ്പള്ളി ചെയ്തിട്ടുണ്ട്. ഞാന്, പ്രശാന്ത്, അസർ, ഐമനൊക്കെ. അപ്പൊ അതാണ് ആ സ്റ്റെപ്പാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും എന്താ പറയാ എന്നെ നെക്സ്റ്റ് ലെവൽ പ്ലെയർ ആക്കിയത് ആ സെഷൻസ് ആണ്. അപ്പോൾ ആഷിഖ് ഭായി ഒക്കെ എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു നൈസ് സെഷൻ ആയിരുന്നു. നമുക്ക് ഇപ്പൊ ഫ്രീ കിക്ക് ആണെങ്കിൽ ഫുൾ ആ സെഷൻ മൊത്തം ഫ്രീ കിക്ക് ആയിരിക്കും. അതിപ്പോ പാസിംഗ് ഡ്രില്ല് പോലത്തെ ആണെങ്കിൽ ഫുൾ ഡ്രില്ല് അകത്തായിരിക്കും. അപ്പോൾ നമുക്ക് മൈൻഡിൽ അത് വന്നു എങ്ങനെയാണ് സംഭവം എന്നുള്ളത്. അപ്പൊ അത് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയ ഒരു സമയമായിരുന്നു അത്. പിന്നീടുള്ള സീസണിലാണ് സഹലിന്റെ പൊട്ടൻഷ്യൽ ആളുകൾ മനസ്സിലാക്കുന്നതും ഈ ഒരു പുതിയ പ്ലെയറെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഇൻഫ്ലുവൻസ് ശരിക്കും മനസ്സിലാവുന്നത്. സ്വാഭാവികമായിട്ടും അത് വലിയൊരു ഭാരം കൂടെ ആയിരിക്കുമല്ലോ. കാരണം കഴിഞ്ഞ സീസൺ ഒരു താരതമ്യേന ഒരു മിനിമം ലെവലിൽ പോയ ആള് തൊട്ടടുത്ത സീസണിൽ നല്ല പെർഫോം ചെയ്യുമെന്ന് പറയുമ്പോൾ ആളുകൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സ്വഭാവവും ആരാധകരുടെ ഒരു പിന്തുണയും നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിന്റെ ഒരു ആംബിയൻസും ഇതെല്ലാം കൂടെ വരുന്ന സമയത്ത് പേഴ്സണലി ഇതിനെങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു? പേഴ്സണലി തീർച്ചയായും നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ഭാരം പോലെ ഉണ്ടായിരുന്നു. പക്ഷെ കാരണം എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് ആൾക്കാർ. അറ്റ്മോസ്ഫിയർ ഒന്ന് എത്തിക്കഴിഞ്ഞാല് അത് ചെയ്യാൻ പറ്റൂലേ, അങ്ങനെ ഒരു രീതിയിലാണ് എല്ലാവരും മൈൻഡ് അങ്ങനെയാണ്. അത് നല്ലതാണ് ആക്ച്വലി. പക്ഷെ ഒരു ഘട്ടത്തിൽ നമ്മളത് ഓർക്കണം. നമുക്ക് എല്ലാവർക്കും ഇപ്പം ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തേക്ക് പെട്ടെന്ന് എത്താൻ പറ്റുമെന്ന് ചിലപ്പോൾ നമ്മൾ താഴ്ച ഉണ്ടാവും, ഉയർച്ച ഉണ്ടാവും. അപ്പോഴാണ് ലൈഫ് ഒരു സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്റെ കരിയറിലും ഉണ്ടായിട്ടുണ്ട്. അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കളി വേണമെങ്കിൽ മോശമായിട്ട് കളിച്ചിട്ടുണ്ടാവും. അപ്പൊ ചീത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് പഠിച്ച് നമ്മൾ സെറ്റായി പ്ലേയേഴ്സ് എന്ന രീതിയിൽ. ഏകദേശം ആ രണ്ടാം സീസണിലാണ് സഹലിന് ഒരു ആരാധക പിന്തുണ വരുന്നതും കുറെ കൂടെ നമ്മുടെ ഒരു സ്റ്റേഡിയത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ആംബിയൻസിലൊക്കെ സഹലിനൊരു സ്വാധീനം കിട്ടുന്നത്. കലൂർ സ്റ്റേഡിയത്തിന്റെ ഒരു മഞ്ഞപ്പട ആംബിയൻസ് സഹൽ എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യുക അതിനെ? അടിപൊളിയാണ്. അത് വേറെ തന്നെ ഒരു ലെവൽ ഫീലിംഗ് ആണത്. കാരണം എത്രയോ ആൾക്കാർ വന്ന് നമ്മളെ പേര് വിളിക്കുന്നതും നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതും വലിയൊരു കാര്യമാണ്, ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പൊ അത് എന്നും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാവുന്നതല്ലേ. പിന്നീട് ഇവാൻ കോച്ച് വരുന്ന സമയത്താണ് സഹലിന്റെ ഒരു പൊട്ടൻഷ്യൽ കുറെ കൂടെ ആളുകൾ മനസ്സിലാക്കുന്നതും അത് ഇന്റർനാഷണൽ മീഡിയാസ് വരെ അതിനെ അറ്റൻഡ് ചെയ്യുന്നതും. പിന്നീട് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ അൺഒഫീഷ്യൽ റിപ്പോർട്ടായിട്ട് പല പുറത്തുനിന്നുള്ള ക്ലബ്ബുകളും സഹലിനെ തേടി വന്നിരുന്നു എന്നുള്ളതൊക്കെ. അത് ഇവാൻ കോച്ച് ഉള്ളൊരു സമയത്ത് കുറെ കൂടെ സഹലിന്റെ പൊട്ടൻഷ്യൽ വിസിബിൾ ആയിരുന്നല്ലോ. എങ്ങനെയായിരുന്നു ആ ഒരു ജേണി എന്നുള്ളത്? തീർച്ചയായും ആ ഇവാൻ കോച്ച് വന്ന ശേഷം എല്ലാ യങ് പ്ലേയേഴ്സിനും ഒരു പ്രത്യേകതരം കോൺഫിഡൻസ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം മൂപ്പര് യങ്സ്റ്റേഴ്സിനെ വളരെ സപ്പോർട്ട് ചെയ്യും, മൊത്തത്തിൽ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യും. പക്ഷെ കൂടുതൽ നമ്മൾ ഈ പേടി മാറ്റി തരും, ആ രീതിയിലൊക്കെ അടിപൊളിയാണ് ആ കോച്ച്. അപ്പോൾ എനിക്കും ആ കോൺഫിഡൻസ് മൂപ്പര് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ആ സീസൺ എനിക്ക് കുറച്ച് ഗോളൊക്കെ അടിക്കാൻ പറ്റി. അതെ, ടീം സെറ്റായി. അപ്പോൾ ലൂണൊക്കെ നല്ല ഫോമിലായിരുന്നു, അൽവാറോ ഉണ്ടായിരുന്നു, ഡിയാസ് ഉണ്ടായിരുന്നു, എല്ലാവരും നല്ല പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ഫുൾ ടീം അടിപൊളിയായിരുന്നു. അപ്പോൾ ആ സീസണിൽ ഗോൾ അടിക്കാൻ പറ്റി. അപ്പോൾ എനിക്കതൊരു എന്താ പറയാ, വൺ ഓഫ് മൈ ബെസ്റ്റ് സീസൺ തന്നെ പറയാം ആ കോച്ചിന്റെ അണ്ടറിൽ. അതായത് പിന്നീടാണ് ഈ പോസ്റ്റർ ബോയ് ആയി വരുന്നു. സന്ദർശിങ്കം പോയ ശേഷം പോസ്റ്റർ ബോയ് ആയി വരുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ടോപ്പ് ലിസ്റ്റിലേക്ക് സഹൽ വരുന്നു. മലയാളികളുടെ ഇടയിൽ ഒരു ഫുട്ബോൾ സ്വാധീനമുള്ള എല്ലാ മേഖലയിലും ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളിലൊന്ന് സഹൽ എന്ന നിലക്ക് വരുന്നു. ആ സമയത്ത് സ്വാഭാവികമായിട്ടും സഹലിന്റെ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ഒരു ഭാരം വലുതായിരിക്കുമല്ലോ. പിന്നീട് സഹലിന് അത് എൻ്റെ സ്റ്റേജ് നമുക്ക് ഇതല്ല, ഇതിന്റെ അപ്പുറത്തൊരു സ്വപ്നം ഉണ്ടാവുന്നുണ്ടല്ലോ. അതിന് ഒരു എക്സ്പാൻഡ് ചെയ്യുന്ന ഘട്ടം എങ്ങനെയായിരുന്നു? എക്സ്പാൻഡ് ചെയ്യുന്ന വെച്ചാൽ ഒരു 5 ഗോൾ അടിച്ചാൽ നെക്സ്റ്റ് സീസൺ 6 ഗോൾ അടിക്കണം. അത് തന്നെയാണ് എല്ലാ പ്ലേയേഴ്സിന്റെ എൻ്റെ മനസ്സിൽ അങ്ങനെയാണ്. ഇന്നിപ്പോ ഒരു 3 അസിസ്റ്റ് ആണെങ്കിൽ 4 നെക്സ്റ്റ് സീസൺ 5 ആക്കണം, 6 ആക്കണം. അത് തന്നെയാണ് എൻ്റെയും ഒരു മനസ്സിൽ ഒരു തയ്യാറെടുപ്പ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പുറത്തായിക്കോട്ടെ ഗ്രൗണ്ടിലായിക്കോട്ടെ, അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുന്ന മലയാളികൾ എന്ന് പറയുമ്പോൾ കുറെ കൂടെ നാട്ടുകാരായ ആളുകൾ കളി കാണാനുണ്ടാവും. പിന്നെ മലയാളി എന്നുള്ളൊരു കണക്ഷൻ കൂടെ ഇപ്പോൾ നമ്മുടെ ഹോം ഗ്രൗണ്ടിലാണ് ഉണ്ടാവുന്നല്ലോ. ഇത് ശരിക്കും ഒരു പ്ലെയറുടെ ഒരു പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? കാരണം ഒരു ഏകദേശം ആ സമയത്ത് ഒരു 45,000 മുതൽ 60,000 വരെ കാണികൾ കലൂരുണ്ടായിരുന്നു അതിന് ആദ്യ സീസണുകളിൽ. അപ്പോൾ അവരെല്ലാവരും ഒന്നിച്ചൊരു യെല്ലോ ആംബിയൻസ് ആയിരിക്കും. അവര് കളി തുടങ്ങുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ടീമിനെ പിന്തുണച്ച് അവസാന മൊമെന്റ് ഒരു ടീമിന്റെ കൂടെ നിൽക്കുന്ന, അത് നമ്മുടെ ഒരു ഇന്റർനാഷണലിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് മഞ്ഞപ്പട ഒരു ആംബിയൻസ് എന്നുള്ളത്. ഒരു മലയാളി പ്ലെയർ എന്ന നിലക്ക് ആ പെർസ്പെക്റ്റീവ് എങ്ങനെയാണ് കാണുന്നത്?
കാരണം നമുക്കൊരു അഭിമാനമാണ്. കാരണം ഫോറിനേഴ്സ് ഒക്കെ ഇത് കണ്ട് അവരെ മുഖം മാറുമ്പോൾ നമുക്കൊരു അഭിമാനമാണ്. ഞങ്ങള് ഇവിടെ 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 ഇല്ലവരാണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് നമുക്കൊരു അഭിമാനമായ ഒരു ഫീലിംഗ് ആണത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പെട്ടെന്നൊരു ദിവസമാണ് വാർത്ത വരുന്നത് മോഹൻ ബഗാനിലേക്ക് പോകുക എന്നുള്ളത്. ഒരു ദിവസം ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഉച്ചക്ക് മുമ്പായിട്ട് ഒരു വീഡിയോ സഹൽ പങ്കുവെക്കുന്ന സമയത്താണ്. നമ്മൾ പല താരങ്ങളുടെയും റൂമർ ന്യൂസുകൾ നേരത്തെ ഇന്റർനാഷണലി തന്നെ വരാറുണ്ട്, ഒരു ക്ലബ്ബിൽ നിന്ന് മറ്റേ ക്ലബ്ബിലേക്ക് ചേക്കേറുന്നു എന്നുള്ളതൊക്കെ. സഹലിന്റെ ഇത്തരം വാർത്തകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരൊറ്റ മൊമെന്റിലാണ് മോഹൻ ബഗാൻ എന്നുള്ളത് വരുന്നത്. മോഹൻ ബഗാൻ എന്നുള്ള ടീം ആ സമയത്ത് ചൂസ് ചെയ്ത് അവിടേക്ക് എത്തിയ ശേഷം ആ ജേണി ഒന്ന് പറയാമോ? അത് ഞാൻ മാത്രം എടുത്ത തീരുമാനമല്ല ടീം വിടാന്നുള്ളത്. അത് എന്തൊക്കെയോ ഉണ്ട് അതിന്റെ ഉള്ളിൽ, അത് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ എനിക്ക് 2 ടീമിൽ നിന്ന് ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് തന്നെ ചൂസ് ചെയ്തു, മോഹൻ ബഗാൻ തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ, എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സ് വിടുക എന്നുള്ള മൊമെന്റ് അനൗൺസ് ചെയ്യണല്ലോ. അതെ അതെ. അപ്പോൾ എനിക്ക് മനസ്സിൽ ഇങ്ങനെ ഉണ്ട്, വിഷമമുണ്ട്, ആങ്സൈറ്റി ഉണ്ട്, ഇതെല്ലാം ഉള്ളിലുണ്ടായിരുന്നു മനസ്സിൽ. എങ്ങനെയാണ് ഇത് ആൾക്കാരോട് പറയല്, എങ്ങനെ ആൾക്കാരെടുക്കും, അവിടെ പോയാൽ എങ്ങനെ ആയിരിക്കും. പക്ഷെ അവിടെ എത്തി എല്ലാം കണ്ടതിന് ശേഷം എല്ലാം അടിപൊളിയാണ്, റെഡിയായി, എല്ലാം സെറ്റായി. അത് മാനസികമായി കൂടെ ഇപ്പൊ ഒരു പ്ലെയറിനെ സംബന്ധിച്ച് ആ ക്ലബ്ബ് വിടുക എന്ന് പറയുന്ന ആളെ പ്രൊഫഷണലി എടുക്കേണ്ട ഡിസിഷൻ ആണ്. ഇപ്പൊ നമ്മള് മെസ്സി ബാഴ്സലോണന്ന് പോയത് ആ മൊമെന്റ് നമുക്ക് ഓർമ്മയുണ്ട്. അത് മെസ്സി പോലും പൊട്ടിക്കരേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ സഹല് ഒരു പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ സഹലിന്റെ ഒരു ഗ്രാഫ് നന്നായി ഉയർത്തിയ, കുറെ കൂടി നാട്ടുകാരായ പിന്തുണക്കുന്ന ആളുകളുള്ള, ISL തന്നെ ഏകദേശം നല്ല ഒരു ഫാൻ ഫോളോവിംഗ് ഉള്ള ഒരു ടീമിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കുന്നു എന്ന് പറയുന്ന സമയത്ത് സഹൽ പേഴ്സണലി എങ്ങനെയാണ് റെഡി ആയത് എന്നുള്ളത്? ഇത് ഫുട്ബോളാണ്. നമുക്ക് വേണ്ടതുപോലെ ചിലപ്പോൾ നടക്കൂല. നമ്മൾ എന്തായാലും റെഡി ആയിരിക്കണം. എല്ലാ സംഭവങ്ങളും നമ്മൾ റെഡിയായി മനസ്സിൽ കരുതി വെക്കണം. എപ്പോഴും ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റൂല എന്ന് വരും. അപ്പോൾ നമ്മള് എന്താ പറയാ, ഡിഫിക്കൽട്ട് മൊമെന്റ് ആയിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, അവിടെ എത്തി അവിടുത്തെ ആൾക്കാരൊക്കെ കണ്ട് പ്ലേയേഴ്സിനൊക്കെ മീറ്റ് ചെയ്തു, എല്ലാം നമുക്ക് അറിയുന്ന ആഷിക്ക് ഉണ്ടായിരുന്നു. അപ്പം എനിക്കൊരു സമാധാനം ഇതൊക്കെ തട്ടക റെഡിയാന്നുള്ളതൊരു ഐഡിയ കിട്ടി. പിന്നെ എന്ത് വന്നാലും നമ്മള് കളിക്കണം, ഫുട്ബോളാണല്ലോ മെയിൻ, കളിയിൽ മാത്രം ഫോക്കസ് ചെയ്തു ഉഷാറായി ചെയ്യുക. ട്രെയിനിങ് ഇവിടെ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ ചെയ്യുക. അത് 23 സീസണിൽ പോയ ശേഷം പിന്നീട് നമ്മുടെ റിസൾട്ടിലേക്ക് നോക്കുന്ന സമയത്ത് മോഹൻ ബഗാൻക്ക് കൂടെ ഒരു നല്ല കാലമായിരുന്നു. അവരുടെ ഷീൽഡ് വിന്നർ ആവുന്നു, ഡ്യൂറൻ കപ്പ് വിന്നർ ആവുന്നു. നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ലാസ്റ്റ് സീസൺ വിന്നർ ആവുന്നു. സ്വാഭാവികമായിട്ട് ഇതിൻ്റെയൊക്കെ ഭാഗമാവുന്നു. നല്ല ബെഞ്ച് സ്ട്രെങ്ത് ഉള്ള, നല്ല ഫസ്റ്റ് 11 ഉള്ള ഒരു ടീമാണ് ISL മോഹൻ ബഗാൻ എന്നുള്ളത്. അവർ വളരെ ഈ സീസൺ തുടങ്ങിയ സമയം മുതൽ തന്നെ അവരുടെ ഒരു സൂപ്പർമെസി ഉണ്ട്. ഈ ബെഞ്ച് സ്ട്രെങ്സും അതുപോലെ ഫസ്റ്റ് 11 ഒരു ടോപ്പ് ലെവലിൽ നിൽക്കുന്ന സമയത്ത് തന്നെ സഹൽ ആ ടീമിലേക്ക് പോകുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട ലിസ്റ്റിലേക്ക് വരുന്നു പറയുമ്പോൾ സഹൽ അതിന്റെ എത്രത്തോളം സന്തോഷം ഉണ്ടെന്നുള്ളത്? വളരെ സന്തോഷമുണ്ട്. കാരണം അങ്ങനെ ഒരു ടീം നമ്മളെ വേണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ വിചാരിക്കുന്നതിൽ അപ്പുറത്താണ്. കാരണം നമ്മൾ എന്തിനാണ് അവിടെ പോകുന്നത് എന്നുള്ള ഒരു ചോദ്യം എന്തായാലും വരും. പക്ഷെ അവിടെ പോയി നമ്മൾ കളിച്ചു, നമുക്കും ആ ടീമിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അറിവ് വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇത് വരുന്നത്, സന്തോഷം തരുന്നത്. നമുക്ക് അടുത്ത ഘട്ടം. അതെ. അപ്പം നമ്മളും അത് ഒരു ലെവല് മുകളിൽ ചിന്തിക്കും ഓബിയസ്ലി. അപ്പൊ അങ്ങനെ ഞാനും എടുത്തു. എനിക്കും അടിപൊളിയായി. നമ്മൾ ഫസ്റ്റ് ട്രോഫി അടിച്ചു. അവിടെ പോയ ഉടനെ തന്നെ നെക്സ്റ്റ് ആ സീസൺ നമ്മൾ ഡ്യൂറൻ കപ്പ് അടിച്ചു. അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. 2023 മോഹൻ ബഗാന്റെ ഭാഗമാവുന്നത്. പിന്നീട് ഷീൽഡ് വിന്നർ ആവുന്നുണ്ട്, ഡ്യൂറൻ കപ്പ് വിന്നർ ആവുന്നുണ്ട്, സീസൺ ടോപ്പ് ആവുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മളൊരു ഫുട്ബോൾ ജേണിയിൽ കുറേയും കൂടി അച്ചീവ്മെന്റ് കിട്ടുന്ന ഒരു സമയമാണെന്നുള്ളത്. സഹലിന്റെ ഒരു ഫുട്ബോൾ കരിയർ എടുത്തു കഴിഞ്ഞാൽ സഹൽ ഈ ഒരു മോഹൻ ബഗാനിലെ സീസൺ എങ്ങനെയാണ് കാണുന്നത്? എല്ലാം മിക്സ് ആണ്. കാരണം നന്നായി പോയിട്ടുണ്ട്, പിന്നെ ഇഞ്ചുറി പറ്റിയിട്ട് കുറച്ച് ബ്രേക്ക് ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ എനിക്ക് 2 മേജർ ഇഞ്ചുറി പറ്റിയത്, ഒന്ന് ആങ്കിളിനും അതേപോലെ ഒന്ന് ഹാംസ്ട്രിങ് ആണ്. അത് അൺഫോർച്ചുനേറ്റ് ആയതാണ്. അത് ഒന്ന് ടാക്കിൾ ആയത്. ആ സീസൺ അങ്ങനെ തീർന്നു. ലാസ്റ്റ് പിന്നെ ഫൈനലിലാണ് തിരിച്ചു വന്നത്. അതേപോലെ ഈ കഴിഞ്ഞ സീസണിൽ എനിക്ക് പറ്റിയത് ഹാംസ്ട്രിങ്. അതും ഓടുമ്പോൾ ഒന്നും ഉണ്ടായതല്ല, താഴെ വീണിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ആയിട്ട് ഫുൾ ടയർ ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കുറച്ച് പാഠങ്ങൾ തരുന്നുണ്ട്. നമ്മൾ എത്രത്തോളം പേഷ്യൻ്റ് ആണ് എന്നുള്ള ഒരു പാഠം എനിക്ക് ആ സമയത്ത് കിട്ടി. എൻ്റെ വൈഫ് കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഫുൾ
എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഓള് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തൊക്കെയോ നമുക്കൊരു ലെസൺ തന്നു. ട്രോഫിയും കളിയും അല്ലാണ്ട് കുറെ കുറെ പഠിക്കാൻ കുറെ പറ്റി. പഠിക്കാൻ പറ്റി. അതായത് ഈ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പോയ മലയാളി താരങ്ങളുടെ എല്ലാവരും അടുത്ത് പോയി കഴിഞ്ഞാലും ഒരുവിധപ്പെട്ട മലയാളി ഫോളോവേഴ്സ് എല്ലാവരും പറയുന്ന കാര്യങ്ങൾ നമ്മുടെ സെക്കൻഡല്ലേ രക്ഷപ്പെടട്ടെ, അതല്ലെങ്കിൽ ഏത് ടീം കളിച്ചാലും കുഴപ്പമില്ല, നന്നായി കളിക്കട്ടെ എന്നുള്ളത്. അതായത് മോഹൻ ബഗാൻ പോയ ശേഷമുള്ള ഈ കേരളത്തിൽ നിന്നുള്ള ആരാധകരെ അല്ലെങ്കിൽ അവരുടെ ഒരു പിന്തുണയെ കുറിച്ച് എങ്ങനെയാണ്? നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആ ഇത് ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. നമ്മളെ ചെക്കൻ അവിടെ പോയി രക്ഷപ്പെട്ടു. അത് ഒരു പ്ലെയറിന്റെ ഇതാണ്. നമ്മൾ ചിലപ്പം ഭാഗ്യമായിരിക്കും, ഞാൻ ടീം അങ്ങോട്ട് പോയി ജയിക്കുന്നു. അപ്പോൾ എന്തായാലും അവര് തരുന്ന ആ സ്നേഹം ഇപ്പോഴും എനിക്കും അവരോട് തിരിച്ചും സെയിം സ്നേഹം എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഞാൻ ചില കമന്റ്സിലൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്. അതൊക്കെ മനസ്സിൽ നിന്ന് വരുന്ന റിപ്ലൈ ആണ്, അത് ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട്. ഓക്കെ, ഈ മോഹൻ ബഗാന് കളിച്ച് അവിടെ സ്കോർ ചെയ്ത് പിന്നീട് അതേ കേരളത്തിന് വേണ്ടി തിരിച്ച് കളിക്കുകയാണല്ലോ കൊച്ചിയിലേക്ക് വരുന്നത്. അതായത് സഹൽ കൊച്ചിയിലേക്ക് വരുന്ന ആദ്യ മാച്ച് എന്നുള്ളത് എല്ലാവരും ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. കാരണം ഇവിടെ സഹൽ ഇറങ്ങി കളിച്ച് പെർഫോം ചെയ്ത് അതെല്ലാവരും ആർമാദിച്ച് ആഘോഷിച്ചൊരു മൊമെന്റിൽ നിന്നാണ് സഹൽ തിരിച്ചെന്ത് ചെയ്യുന്നത്, നമ്മുടെ രാജേന്ദ്ര സ്റ്റേഡിയത്തിലേക്ക് വരുന്നത്, കലൂരിലേക്ക്. സഹലിന്റെ ആ സമയത്ത് ഒരു മൊമെന്റ് എന്തായിരുന്നു? ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു, കാരണം എനിക്ക് അറിയണമായിരുന്നു എങ്ങനെയാണ് ഇതിന് റിയാക്ഷൻ, എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് ഇവരെതിരെ കളിക്കാൻ പോകുന്നത്, അതൊക്കെ അറിയാൻ എനിക്ക് ഭയങ്കര. കുറെ എന്റെ ടീംമേറ്റ്സ് ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, കൊച്ചിയിലേക്കാണ് പോകുന്നത്, റെഡിയല്ലേ, ജയിക്കോ, ഗോൾ അടിക്കോ, സെലിബ്രേഷൻ ചെയ്യോ, ഇതൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടുണ്ട്. പക്ഷെ എന്റെ മനസ്സിൽ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. വേറെ തന്നെ ഒരു ഫീൽ ആയിരുന്നു എനിക്ക്, അത് അറിയണം എന്നുണ്ടായിരുന്നു. അപ്പൊ അതെനിക്ക് വന്ന് ഇവരെതിരെ കളിക്കാന്നുള്ളത് എന്താണെന്നൊക്കെ മനസ്സിലായപ്പോ ഒരു ഇതായി, സമാധാനായി. അതായത് ഫുട്ബോളിന്റെ ഒരു പ്രൊഫഷണൽ സ്റ്റൈൽ എന്നുള്ളത് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബ്രദേഴ്സ് പോലും ചിലപ്പോൾ ഓപ്പോസിറ്റ് ക്ലബ്ബിൽ കളിക്കേണ്ടി വരും എന്നുള്ളത് ഫുട്ബോളിന്റെ ഒരു പ്രൊഫഷണൽ സ്റ്റൈൽ, അതിന്റെ ഭംഗി കൂടെയാണ്. ഇതിനോടൊരു താരം പൊരുത്തപ്പെടുന്നത് ഏത് മൊമെന്റിലാണ് എന്നുള്ളത്? ഇത് നമ്മൾ കളിക്കാൻ ഇറങ്ങിയാല് ബ്രദേഴ്സ് എന്നില്ല, ഉപ്പാന്നില്ല, അനിയനെന്നില്ല, ആരുമില്ല. നമ്മള് കളിക്കാൻ ഇറങ്ങിയാൽ നമ്മളെ ടീമാണ് നമുക്ക് ഏറ്റവും വലുത്. അപ്പോ അതിനു വേണ്ടിയിട്ട് നമ്മളിപ്പോ ഓനെ അടിക്കണമെങ്കിൽ നമ്മൾ അടിക്കന്നെ ചെയ്യുക, അത് കളിന്റെ ഭാഗമാണ്. പക്ഷെ കളി കഴിഞ്ഞാല് നമ്മള് നോർമൽ ഹ്യൂമൻ ബീങ്സ് ആണ്. നമ്മ ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കും, നമ്മൾ സംസാരിക്കും, ചാറ്റ് ചെയ്യും, ഇതൊക്കെ നോർമൽ ഫുട്ബോളേഴ്സ് ചെയ്യുന്ന അത് അങ്ങനെ തന്നെ ചെയ്യും. ഇതിനിടയിലാണ് ഈ നാഷണൽ ടീം എന്നുള്ള കോള് വരുന്നതും അതിന്റെ ഭാഗമാവുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കവ്വായിക്കാരന്റെ ഫുട്ബോൾ പ്രേമം എന്നുള്ളതിന്റെ ഒരു ഡെസ്റ്റിനേഷൻ എത്താണ് നാഷണൽ ടീമിന്റെ ഭാഗമാവുക എന്നുള്ളത്. ആ ശരിക്കും ഫസ്റ്റ് കോൾ ഒന്ന് ഓർത്തെടുക്കാവോ? ഫസ്റ്റ് കോള് ഞാൻ പനമ്പള്ളി സ്റ്റേഡിയത്തിൽ ഉണ്ടാകുമ്പോഴാണ് അതിന്റെ ലിസ്റ്റ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്യാമ്പിലേക്ക് വിളിച്ചത് ഡൽഹിയിലേക്കായിരുന്നു. അതെനിക്ക് 2 ദിവസമേ ഞാൻ ആ ടീമിൽ ഉണ്ടായിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവര് AFC ചാമ്പ്യൻഷിപ്പിന്റെ കളി അബുദാബിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടിട്ട് പോയി. അപ്പൊ ഞാൻ എക്സൈറ്റഡ് ആണ്, ഞാൻ ടീമിൽ ഉണ്ടാവോ ഇല്ലയോ. പക്ഷെ 2 ദിവസത്തെ ക്യാമ്പാണ്, ഉണ്ടാവില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ പക്ഷെ എന്നാൽ പോലും അവിടെ പോയി നമ്മളെ ചേത്രി ഭായിനൊക്കെ കണ്ടു. ചേത്രി ഭായി സംസാരിച്ചു, ഹാപ്പി അല്ലേ, എല്ലാം ചോദിച്ചറിഞ്ഞു, റിലാക്സ്, ഇത് നാഷണൽ ടീമാണ്, പക്ഷെ നീ എങ്ങനെയാണോ ക്ലബിൽ കളിച്ചത് അതേപോലെ ഇവിടെയും പെർഫോം ചെയ്താൽ മതി, എല്ലാം അടിപൊളിയാവും എന്നൊക്കെ പറഞ്ഞു. കുറെ പറഞ്ഞു തന്നു. അവിടുത്തെ സെറ്റപ്പ് കണ്ടു, ഫിസിയോസിനെ കണ്ടു, ജിജി സാറിനൊക്കെ ആദ്യമായിട്ടാണ് ആ സമയത്ത് കാണുന്നത്. അപ്പോൾ അത് ഡിഫറെന്റ് ഫീലിംഗ് തന്നെയാണ്. അതായത് സാഫ് കപ്പിലെ ഫൈനലിലെ ഗോൾ എന്നുള്ളതാണ് സഹലിന്റെ കരിയറിലെ എല്ലാവരും ഏത് സമയത്തും ബെഞ്ച് മാർക്കായിട്ട് ഉപയോഗിക്കുന്നത്. സഹൽ ആ മാച്ച് കഴിഞ്ഞ ശേഷം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തൊരു കുറിപ്പിലുണ്ടായിരുന്നു, അതായത് ഫസ്റ്റ് ഇന്റർനാഷണൽ മാച്ച്, ഫസ്റ്റ് ഗോള് എന്ന് പറഞ്ഞാൽ അത് ഒരു അച്ചീവ്മെന്റ് മൊമെന്റ് ആയിരുന്നല്ലോ. ശരിക്ക് സാഫ് കപ്പിലെ ഫൈനലിലെ അവസാന സമയത്ത് ഇറങ്ങുമ്പോൾ എന്തായിരുന്നു മനസ്സിലെന്ന്? ആ കളിയിൽ ഞാൻ ഇറങ്ങിയത് ലാസ്റ്റ് എന്തോ മിനിറ്റിലാണ്. അപ്പൊ ആ കളിയിൽ മാത്രല്ല, ആ ടൂർണമെന്റ് ആ 4-5 കളിയിൽ എനിക്ക് അവസരം കുറവായിരുന്നു. ആ സമയത്ത് എന്നെക്കാൾ അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത പ്ലേയേഴ്സ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് കളിയിൽ കോച്ചിന് റെഡ് കാർഡാണ്, കോച്ച് സ്റ്റാൻഡിലാണ്. അപ്പോൾ അസിസ്റ്റന്റ് കോച്ച് വെങ്കി സാറാണ് ഉണ്ടായിരുന്നത്. അപ്പൊ എന്നെ ഇങ്ങനെ ഇറക്കുമ്പോൾ കോച്ച് പറഞ്ഞു, സാൽ കമോൺ, 5 minutes ഉണ്ട്, ഗോൾ അടിച്ചാ യു നോ വാട്ട്സ് ഗോണ ഹാപ്പൻ. അപ്പൊ ഞാൻ പറഞ്ഞു യെസ് സാർ, ഐ വിൽ ഡു മൈ ബെസ്റ്റ് എന്ന് പറഞ്ഞു. പോയി ഒരു ഗോളും കിട്ടി. അങ്ങനെ കളി ഓൾറെഡി ജയിച്ചിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് ഒരു ഗോൾ അടിക്കാനും പറ്റി. അപ്പോൾ ഞാൻ ആ ഫസ്റ്റ് 5 കളിയിൽ കളിക്കാത്തതിൻ്റെ ഒക്കെ വിഷമവും എല്ലാം ആ ഒരു ഗോളില് തീർന്നു പോയി. അപ്പോൾ
എന്താ പറയാ, അവിടെ ഫുള്ള് അടിച്ചുപൊളിയായിരുന്നു, പ്ലേയേഴ്സ് എല്ലാവരും. സഹലിന്റെ ഒരു പേഴ്സണൽ സ്പേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ മാച്ചിന് വേണ്ടിയിട്ട്, ഇന്റർനാഷണൽ ടീമിന് വേണ്ടി ഫസ്റ്റ് ഗോൾ അടിക്കും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട്. അത് ഫൈനലിലാണ്. അപ്പോൾ ഏകദേശം അതിനുശേഷം നമ്മുടെ ഒരു സ്വപ്നം നിറവേറിയ സന്തോഷം ഉണ്ടാവുമല്ലോ. പിന്നീട് ഒരു ലൈഫ് ജേർണി അതെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത് എന്നുള്ളത്? എല്ലാവർക്കും ഒരു പ്ലെയർ, ഫുട്ബോൾ പ്ലെയർ എന്ന രീതിയിൽ എല്ലാവർക്കും ഒരു ഗോൾ എന്നുള്ളത് ഭയങ്കര ഒരു ബൂസ്റ്ററാണ്. അത് എവിടെ അടിക്കാൻ, ISL ആയിക്കോട്ടെ, ഏതെങ്കിലും കളി ആയിക്കോട്ടെ, ഒരു ഗോള് നമ്മൾ അടിച്ച് നമ്മളെ പേരിലുണ്ടെങ്കിൽ, സ്കോർ ചെയ്താല് നെക്സ്റ്റ് ട്രെയിനിങ് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യും. ആ നെക്സ്റ്റ് ഹൈ ഉണ്ടാവും, നമ്മൾ ആ ഇതിൽ തന്നെ ഉണ്ടാവും. നമ്മൾ ഗോൾ അടിച്ചു, ഇനിയും നമുക്ക് അടിക്കാൻ പറ്റും, നമ്മൾ അവിടെ അടിച്ചു. അപ്പൊ ആ ബൂസ്റ്റർ ഉണ്ടല്ലോ, ആ പുഷ്, അത് എന്നും ഒരു പ്ലെയറിന് അങ്ങനെ തന്നെ ഉണ്ടാവും. അതായത് ക്ലബ്ബിൽ കളിക്കുന്ന സമയത്ത് തന്നെയാണ് നാഷണൽ ടീമിൽ കുറെ കൂടെ അവസരങ്ങൾ വരുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു സ്വപ്നം ഉണ്ടാവും, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജേഴ്സി അണിഞ്ഞ് കളിക്കാൻ ഇറങ്ങുക എന്നുള്ളത് ഏതൊരു ആളുടെയും സ്വപ്നത്തിന്റെ ഭാഗമാണ് ഫുട്ബോൾ, അതല്ലെങ്കിൽ സ്പോർട്സ് ഫോളോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച്. അപ്പൊ ഈ പ്രാക്ടീസിന് പുറത്ത് നമ്മൾ കുറെ കൂടി ഒന്ന് വിപുലീകരിക്കണം എന്നും നമ്മൾ നന്നാക്കണം എന്ന നിലക്കും ഇന്റർനാഷണൽ മാച്ചുകൾ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ താരങ്ങൾ ഫോളോ ചെയ്യുക എന്ന നിലക്ക് സഹൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എങ്ങനെയായിരുന്നു? നമ്മള് ക്ലബിൽ ഉണ്ടാവുമ്പോൾ എന്താ പറയാ, നമ്മൾ മെയിൻ ഫോക്കസ് ടീമിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അതിന്റെ പുറത്ത് എന്താണ് നമ്മൾ ചെയ്യുന്നത്, അതാണ് നമ്മളെ വേറെ പ്ലെയർ ആക്കുന്നത്. അപ്പം നമ്മളെന്നല്ല, എന്തായാലും കുറെ പ്ലേയേഴ്സ് അങ്ങനെ നോക്കുന്നുണ്ടാവും അവരെ ഫുഡും സ്ലീപ്പും. ഇപ്പം ഞാൻ ട്രെയിനിങ്ങിന്റെ അപ്പുറത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിലാണ് ഞാൻ കൂടുതലായിട്ട് കൊടുക്കുന്നത്. അത് ഉറക്കമായിക്കോട്ടെ, ഫുഡായിക്കോട്ടെ. കാരണം ഫുഡിന്റെ കാര്യമൊന്നും നമുക്കൊന്നും അറിയില്ല, എന്താണ് കഴിക്കേണ്ടത്, എപ്പോഴാണ് കഴിക്കേണ്ടത്. ഇതൊക്കെ ഞാൻ അറിഞ്ഞത് ഫസ്റ്റ് ക്യാമ്പിൽ പോയി, നാഷണൽ ടീമിന്റെ ഭാഗമായതിനു ശേഷമാണ്. ചേത്രിബായി ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും മൂപ്പർക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ കേട്ടുമ്പോ മൂപ്പര് സംസാരിക്കാൻ അറിയാം, എല്ലാം നോളേജും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇരുന്ന് പോകും. അപ്പൊ ഒരു മീലൊക്കെ ആവുമ്പോൾ നമ്മളടുത്ത് വന്നിരിക്കും, സംസാരിക്കും. ഫുഡിന്റെ കാര്യം ആയിക്കോട്ടെ, എന്ത് കാര്യം ആയിക്കോട്ടെ, നമ്മളിങ്ങനെ ഇരിക്കും. കാരണം നല്ല രസമാണ് മൂപ്പരെ കൂടെ ഇരിക്കാനും സംസാരിക്കാനും. അപ്പൊ അങ്ങനെ ഒരു മീലിനാണ് നമുക്ക് ഫുഡിൻ്റെത് എനിക്ക് ഭയങ്കര സ്ട്രൈക്കായ ഒരു സംഭവം അതാണ്. ഡയറ്റിൻ്റെത് കാര്യങ്ങളൊക്കെ പറഞ്ഞതും അത്രയും ശ്രദ്ധിക്കണം. കാരണം മൂപ്പര് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇപ്പോഴും ആ ലെവലുണ്ട്, ഇപ്പോഴും ഓടുന്നുണ്ട്, ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ നമുക്കത് എക്സാമ്പിൾ ആണ്. മൂപ്പര് പറയുന്നുണ്ട്, മൂപ്പരെ കാണാനുമുണ്ട്, അതേപോലെ ഗ്രൗണ്ടിലും കാണാനുണ്ട്. അപ്പൊ നമുക്ക് വലിയൊരു ഭാഗ്യം തന്നെയാണ് അങ്ങനെ. അതായത് സഹല് കുറെയൊക്കെ ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന സമയത്ത് തന്നെ നാഷണൽ ടീമിന്റെ ഭാഗമായ ഒരാളായിരിക്കും ഈ പറഞ്ഞ സുനിൽ ഛേത്രി എന്നുള്ളത്. ആദ്യം പോയി കാണുന്നതും പിന്നീട് ക്യാപ്റ്റനായിട്ട്, അതായത് ഈ സീസൺ ഇത്രയും സമയത്തോളം കളിക്കുന്നതൊക്കെ സുനിൽ ഛേത്രി കൂടെയാണല്ലോ. അതായത് ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ചോദിച്ചാൽ എങ്ങനെ ആയിരിക്കും? മൂപ്പര് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നത് ബാംഗ്ലൂർ നമ്മള് ബ്ലാസ്റ്റേഴ്സ് ആയിട്ട് കളിക്കാൻ വന്നപ്പോഴാണ്, ഇവിടെ കൊച്ചിയിൽ. അപ്പൊ നമ്മള് മാരിയറ്റിലാണ് നിൽക്കുന്നത്. അപ്പൊ ലഞ്ചിന് ഡിന്നറിനായിട്ടും നമുക്ക് അറിയില്ലല്ലോ പേഴ്സണലി, കുറെ മുന്നേ കളിച്ച പ്ലേയേഴ്സിനൊക്കെ അറിയാലോ, പ്ലേയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ നമ്മുടെ ടീമിലൊരു കരൺ ഷോനി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മൂപ്പരോട് ജസ്റ്റ് പറഞ്ഞു എനിക്ക് ചേത്രിബായിനായിട്ട് ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. മൂപ്പര് പറഞ്ഞു പ്രശ്നമില്ല. മൂപ്പര് പോയി സംസാരിച്ചു, നമ്മൾ ഫോട്ടോ എടുത്തു. അതാണ് എന്റെ ഫസ്റ്റ് ഫോട്ടോ. അപ്പൊ അതിപ്പോഴും അപ്പൊ തന്നെ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്, അതെ, ഫസ്റ്റ് ഫോട്ടോ. അപ്പൊ ഭയങ്കര ഫീലാണ്. മൂപ്പര് ഫുട്ബോള് മാത്രല്ല, ഫുട്ബോളിന്റെ പുറത്ത് എന്താണെന്നുള്ള നോളേജും മൂപ്പർക്ക് മാത്രം വെക്കൂല. മൂപ്പർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനും പ്ലേയേഴ്സിനെ അതിലേക്ക് കൊണ്ടുവരാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അപ്പൊ നമ്മളത് കേൾക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിത്വം. അതായത് അല്ലെങ്കിൽ നിന്ന് ഫുട്ബോൾ ജേണി തുടങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടില് ഇപ്പൊ നമ്മൾ കണ്ടംകളി എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ പാടത്ത് മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒക്കെ സഹലിനെ പറഞ്ഞിട്ടുണ്ട്, മരുവാങ് കൊടുക്കുന്ന ആ സമയം വരെ നമ്മൾ ഗ്രൗണ്ടിൽ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കളിച്ച് ശീലിക്കുന്നതിന് തൊട്ട് മുമ്പാണല്ലോ സഹൽ അല്ലയിൽ നിന്ന് തുടങ്ങുന്നത്. അവിടുത്തെ ഒരു ഫുട്ബോളിന്റെ ഒരു അറ്റ്മോസ്ഫിയറും നാച്ചുറും അത് ശരിക്കും എത്രത്തോളം ഉപകരിച്ചിട്ടുണ്ട് എന്നുള്ളത്? ഞാൻ ഫുട്ബോൾ ഒരു കുറച്ച് പ്രൊഫഷണൽ ആയിട്ട് ട്രെയിനിങ് ഒക്കെ തുടങ്ങിയത് അക്കാഡമിയിൽ എത്തിയതിനു ശേഷമാണ്. പക്ഷെ അതിന്റെ മുന്നേ ഒക്കെ ഞാൻ കളിച്ചത് സ്കൂൾ ഗ്രൗണ്ടിലും അതേപോലെ പാർക്കിങ്ങിലും ഒക്കെയാണ്. അതാണ് നമ്മൾ എൻജോയ്മെന്റ്. സ്കൂള് അതെ, സ്കൂള് കഴിഞ്ഞാൽ ഒന്ന് ഉറങ്ങും. അത് ആ ഉറക്കന്നെ പേടിച്ചിട്ടാ ഉറങ്ങല്. ഉറങ്ങിപ്പോവോ, വൈകുന്നേരം എണീക്കാൻ പറ്റുമോ, പോയ ആ ദിവസം പോയി എന്നുള്ള രീതിയാണ്. എനിക്ക് ഇപ്പോഴും അങ്ങനെയാണ്. എനിക്ക് ഈവനിങ് ഒരു കളി അങ്ങനെ ഒരു ഇതാണ്.
അപ്പോൾ ആ ഈവനിങ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, കളിക്കണം, ഓടണം. അപ്പം അത് പോയി കഴിഞ്ഞാൽ എൻ്റെ ഫുള്ള് ദിവസം പോയ പോലെയാണ്. അപ്പോൾ പണ്ടേ എനിക്ക് സ്കൂളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സൂക്ഷിച്ചിട്ടേ ഉറങ്ങും. ഫുള്ളായിട്ട് ഇങ്ങനെ വൈകുന്നേരം എണീക്കണം എന്നുള്ള തയ്യാറെടുപ്പിൽ തന്നെ കിടക്കും. വൈകുന്നേരം എണീച്ച് പോവും, ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കും. ഇതൊക്കെയാണ് ഫുട്ബോൾ ഇതിലൊരു സ്റ്റാർട്ട്. ഫാമിലി സപ്പോർട്ട് കൂടെ എങ്ങനെയായിരുന്നു? കാരണം സ്വാഭാവികമായിട്ട് ഇപ്പൊ നമ്മളൊക്കെ മലബാറിലെ വീടുകളെ സംബന്ധിച്ച് ഫുട്ബോൾ ഒഴിച്ചു നിർത്തിയിട്ടുള്ള ഒരു പരിപാടി ഉണ്ടാവില്ല. അത് ഉപ്പ ഉമ്മി എന്ത് പറഞ്ഞാലും കുട്ടികൾ വൈകുന്നേരം ആദ്യത്തെ പരിപാടി പന്ത് കളിക്കാൻ പോകുന്നത് തന്നെ ആയിരിക്കും. അപ്പൊ ഇവരുടെ ഒരു സപ്പോർട്ട് എന്നുള്ളത് വളരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഇതില്. അവര് ഇതുവരെ എന്നോട് ഫുട്ബോളിനെതിരെ ഇതുവരെ നിന്നിട്ടില്ല. എൻ്റെ ഫാസിൽക്ക എന്ന് പറഞ്ഞതും അവര് എന്നെ അടിപൊളി പ്ലെയറാണ്. അപ്പൊ മൂപ്പര് അവിടെ ഒരു സെവൻസ് ടീമിലുണ്ട്. അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, കളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കളിക്കാൻ ഒക്കെ അവിടെ നിൽക്കട്ടെ, നെക്സ്റ്റ് ആണ്. പക്ഷെ കളി കാണാൻ ആ സമയത്ത് തന്നെ മൂപ്പര് പോകുന്ന ടൂർണമെന്റ്, ഇവര് ലോക്കൽ സെവൻസ് ആണ്. മൂപ്പര് പോകുന്നിടത്ത് മാക്സിമം ഞാനും പോവാൻ നോക്കും. ഉപ്പാനൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നത് ഉപ്പാനെ പിടിച്ച് വലിച്ച് ഉപ്പാനെ കൊണ്ടുപോകും. അങ്ങനെ അടുത്തത് അങ്ങനെയാണ്. ഏട്ടൻ കളിക്കുന്ന ആ ടീമിൽ ഇങ്ങനെ കൂടെ കൂടെ പോയി പിന്നെ അവിടെ നിന്ന് കളിക്കാൻ തുടങ്ങി. ISL പോലെ, ഐ ലീഗ് പോലെ, അതല്ലെങ്കിൽ കുറച്ചും കൂടി ഇപ്പൊ സന്തോഷ് ട്രോഫി പോലെ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ലീഗുകളും അതുപോലെ മത്സരങ്ങളൊക്കെ നമ്മുടെ നാഷണൽ ഫുട്ബോളിന് എത്രത്തോളം അതിന് ഉപകരിക്കുന്നുണ്ട്, അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇപ്പം ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി. സന്തോഷ് ട്രോഫി എന്ന് പറഞ്ഞ ജസ്റ്റ് ഒരു വെറുതെ ഒരു ലോക്കൽ ടൂർണമെന്റ് അല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. കാരണം അങ്ങനെയാണ് ഇപ്പൊ സ്കൗട്ടിങ് വരുന്നത്. സന്തോഷ് ട്രോഫി, അതിന്റെ സന്തോഷ് ട്രോഫിന്റെ മുന്നേ തന്നെ നമ്മൾ കോളേജിൽ കളിക്കുന്നവരാണ് മെയിൻ ആയിട്ട് സന്തോഷ് ട്രോഫി ഫോക്കസ് ചെയ്യുന്നത്. സന്തോഷ് ട്രോഫി കളിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം സ്കൗട്ടിങ് ഉണ്ടാവും. അത് ഐ ലീഗ് ആയിക്കോട്ടെ, ISL ആയിക്കോട്ടെ, നേരെ ചിലപ്പോൾ നാഷണൽ ടീമിലേക്കും വിളിക്കാം. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ സന്തോഷ് ട്രോഫിക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പ്ലേയേഴ്സിന് ചാൻസ് വരും. ഒരു എന്താ പറയാ, ഒരു സ്റ്റേജ് ആണ് പെർഫോം ചെയ്യാൻ. അപ്പം എനിക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇതായിട്ട് ഞാൻ പറയുന്നു. അതും അതായത് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിട്ട് അബുദാബിയിലോ അല്ലെങ്കിൽ പുറത്തൊക്കെ പോയി മറ്റ് രാജ്യാന്തര ടീമുകളുമായി കളിച്ച് വന്ന ശേഷം നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു പ്രാക്ടീസിലോ അവരുടെ ഒരു ക്യാമ്പ് സെഷനിലോ അതല്ലെങ്കിൽ നമ്മൾ അവരിൽ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് കുറേ കിട്ടുന്നുണ്ട്. കാരണം ഇപ്പൊ നമ്മള് ക്ലബിൽ തന്നെ നമ്മളെ ടീമിൽ ഫോറിനേഴ്സ് കളിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ കൂടെ കളിക്കുമ്പോൾ തന്നെ നമുക്ക് എക്സ്ട്രാ കുറേ ലെസൺസ് നമുക്ക് കിട്ടുന്നുണ്ട്. എങ്ങനെയാണ് ഫിനിഷ് ചെയ്യേണ്ടത്, എങ്ങനെ പ്രഷർ ഇല്ലാണ്ട് ട്രെയിനിങ് ചെയ്യേണ്ടത്, എൻജോയ് ചെയ്യാൻ എങ്ങനെയാണ്. നമ്മുടെ ടീമില് ജെയ്സൺ കമ്മിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലെയർ ഉണ്ട്. ഞാന് ഫുട്ബോൾ എങ്ങനെയാണ്, ലൈഫ് എങ്ങനെയാണ് എൻജോയ് ചെയ്യേണ്ടതെന്ന് കൂടുതലായിട്ട് എനിക്ക് മനസ്സിലായത് മൂപ്പരെ സൈഡിൽ നിന്നിട്ടാണ്. കാരണം മൂപ്പര് എങ്ങനെയാണ് ട്രെയിനിങ്ങിനൊക്കെ ഫുൾ എൻജോയ് ചെയ്ത് നല്ല അടിപൊളി. പക്ഷെ ഗ്രൗണ്ടിൽ ഇറങ്ങിയ വേറെ ആളാണ്, ഹാർഡ് വർക്ക് ചെയ്യും, ഗോൾ അടിക്കും, അങ്ങനത്തെ ഒരു ഫൈറ്റ് ചെയ്യും. പക്ഷെ ട്രെയിനിങ്ങിന് പുറത്ത് ട്രെയിനിങ്ങിനൊക്കെ എൻജോയ് ചെയ്തിട്ട് ഹാപ്പി ആയിട്ട്, അതാണ് മെയിൻ തിങ്. നമ്മൾ എത്രത്തോളം ഹാപ്പി ആവുന്നോ അത്രത്തോളം നമുക്ക് മനസ്സ് ഫ്രീ ആവും. അപ്പൊ ഇത് പഠിച്ചത് ഞാൻ പ്രഷർ ഇല്ലാണ്ട് കളിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ നമുക്ക് ഫോറിനേഴ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതേപോലെ പുറത്തത്തെ ടീമിനായിട്ട് നമ്മൾ കളിക്കുമ്പോൾ അത് മനസ്സിലാവും. നമ്മളത് പെട്ടെന്ന് ഇപ്പൊ ഒരു കളി കളിച്ചു നമുക്ക് ആ റിസൾട്ട് ചിലപ്പോൾ കിട്ടുമെന്ന് വരില്ല. പക്ഷെ നമ്മൾ കുറെ കളി ഇങ്ങനെ കളിച്ച് നമുക്കറിയാം ഈ ലെവല് നമ്മൾ എത്തി എന്നുള്ളത് അറിയും. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈസി ആവും. ഓക്കെ, ആഷിഖിന്റെ കാര്യം പറയുമ്പോൾ നാഷണൽ ടീമിലൊപ്പം കളിക്കുന്നുണ്ട്, അതുപോലെ മോഹൻ ബഗാനിലൊപ്പം കളിക്കുന്നുണ്ട്. പക്ഷെ പുറത്ത് ഇതിന്റെയൊക്കെ സീസൺ ഔട്ടായി ഇൻസ്റ്റാഗ്രാം നോക്കിയാലും മിക്ക ദിവസങ്ങളിലും ഒരുമിച്ചുള്ള ആളുകളാണ് നിലക്ക്. ആഷിഖിനായിട്ടുള്ള ഒരു ബോണ്ടിങ് എങ്ങനെയാണുള്ളത്? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മലയാളിയായിട്ട് ആകെ ഉണ്ടായത് ഓനാണ്. അപ്പോൾ ഓന്റെ ഫാമിലി, വൈഫ്, കുട്ടിയൊക്കെ ആയി. അപ്പൊ എൻ്റെ വൈഫും ഓന്റെ വൈഫൊക്കെ ഭയങ്കര കൂട്ടാണ്. അപ്പൊ നമ്മള് ഒരേ സ്ഥലത്താണ് നിൽക്കുന്നത്, ഒരേ ഫ്ലാറ്റിലാണ്. അപ്പോൾ അവരായിട്ട് ഭയങ്കര അടുത്ത്. അതായത് പലപ്പോഴും മോഹൻ ബഗാൻ തന്നെ അവരെ കണ്ടന്റ് ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കാണാം. കാരണം അത് രണ്ട് മല്ലു പ്ലെയേഴ്സ് നിലക്ക് അവർ ആ ഒരു ഗ്യാങ് എന്ന നിലക്ക് അവിടെ കണ്ടന്റ് ചെയ്യാറുണ്ട്. തിരിച്ച് നിങ്ങളുടെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്ന നിങ്ങളുടെ ഫോട്ടോസ് അങ്ങനെ അത് ഗ്രൗണ്ടിൽ കൂടെ ശരിക്കും അത് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? അതാ പറയുന്നത്, നമ്മൾ എത്രത്തോളം പ്ലേയേഴ്സ് ആയിട്ട് മിങ്കിൾ ചെയ്യുന്ന പുറത്ത് അത്രത്തോളം നമ്മൾ ഗ്രൗണ്ടിൽ ഒരുമിച്ച് നിൽക്കും, ടുഗെദർ ആയിട്ട് നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ ഓനായിട്ട് എനിക്കൊരു സ്പെഷ്യൽ ഫീലിംഗ് ഉണ്ട്. എന്താ പറയാ, എല്ലാത്തിനും ഓന് കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഓനാവട്ടെ ഓനക്ക് ഇഞ്ചുറി ഒക്കെ പറ്റി ഒരു സീസൺ മൊത്തം ഔട്ടായിരുന്നു.
അപ്പൊ ഞാൻ ആക്ച്വലി ഒറ്റപ്പെട്ടു പോയത് പോലെയാണ് അവിടെ കൂടെ ഉണ്ടായത്. ഉണ്ടായിരുന്ന ഒരാൾ കൂടെ അതെ. പിന്നെ ഓൻ തിരിച്ചു വന്നു, ഓന്റെ കുട്ടിയൊക്കെ വന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായി, വൈഫിനും ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഓനും ഒരു ഫുള്ള് സ്ട്രഗിൾ ചെയ്തിട്ടാണ് വന്നത്. അപ്പൊ നമ്മളെല്ലാരും ഓനെയും സപ്പോർട്ട് ചെയ്തു. അതായത് ബ്ലാസ്റ്റേഴ്സിലുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ മലയാളികൾ കോംബോ നിലക്ക് ഫോളോ ചെയ്തിരുന്നതും കമന്റ് ചെയ്തിരുന്നതും ഒക്കെ രാഹുൽ KP ആയിരുന്നു. കാരണം റൂംമേറ്റ് ആയിരുന്നു. പിന്നീട് ബ്ലാസ്റ്റേഴ്സിന്റെ ഏത് റീല് വരുന്ന സമയത്തും കണ്ടന്റ് വരുന്ന സമയത്തൊക്കെ അതിൽ കരുത്തുണ്ടാവുക രാഹുൽ KPയുടെ കൂടെ ആയിരുന്നു. കാരണം ഗോള് കഴിഞ്ഞിട്ടുള്ള സെലിബ്രേഷനിലൊക്കെ കാണാറുണ്ട്. രാഹുൽ ഒഡീഷയെ പോയി, ഇപ്പൊ ബ്രേക്കുള്ള സമയത്ത് വെസ്റ്റ് ഹാമിന്റെ സോക്കർ ടൂർണമെന്റ് ഭാഗമാവുന്നു. അതായത് രാഹുലിനെ ആ ശരിക്കും കണക്ഷൻ പിന്നെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വന്നത്? നമ്മൾ എങ്ങനെയാണോ പണ്ടുണ്ടായത് അതേപോലെ തന്നെയാണ് ഇന്നും നിൽക്കുന്നത്. കാരണം നമ്മള് കൂടുതൽ എന്താ പറയാ, കൂടുതൽ ഒന്നും ആലോചിക്കാനൊന്നും ഇല്ല നമുക്ക്. നമ്മൾ പണ്ട് എങ്ങനെയുണ്ട്, നമ്മൾ സ്വന്തം ഒരു ടീമിൽ കളിക്കുന്ന പോലെയാണ് ഇപ്പോഴും പുറത്തിറങ്ങിയാലൊക്കെ. അത് ഇപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓനെ പിന്നെ ഫോൺ വിളിച്ചാലൊന്നും അങ്ങനെ എടുക്കൊന്നുമില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ രാഹുലിന്റെ കുറച്ചും കൂടി ചെറിയൊരു പ്രായത്തിൽ മുതൽ തന്നെ ഇവിടെ നല്ല കണക്ഷൻ ഉണ്ടായിരുന്നില്ലേ കൊച്ചിയിലാവുന്ന സമയത്തൊക്കെ? ആ സമയത്തുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഭയങ്കര എൻജോയ്മെന്റ് ആണ് ഓന്. എന്താ പറയാ, ഓനിപ്പോ ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാരും ലൈറ്റ് ആവും. ഐ മീൻ ഒരു പ്രസൻസ് ഓഫ് ഇതെന്തോ പറയൂലോ, അതുണ്ടോ എനിക്ക്. ഭയങ്കര രസമാണ് ഓന്റെ കൂടെ നിൽക്കാനും ഓനെ ട്രോൾ ചെയ്യാനും. അതാണ് എന്റെ മെയിൻ തിങ്. ഓനെ കളിയാക്കുക, ഓനെ ദേഷ്യം പിടിപ്പിക്കുക. അപ്പൊ അതൊരു സ്പെഷ്യൽ ബോണ്ടായിരുന്നു. അതായത് ഈ ഫുട്ബോൾ പ്ലെയേഴ്സിന്റെ ക്യാമ്പിന്റെ വിഷ്വൽസ് കാണാറുണ്ട്, പ്രാക്ടീസിന്റെ വിഷ്വൽസ് കാണാറുണ്ട്, പിന്നെ അവർ വാമപ്പിന് വരാറുണ്ട്. അവരുടെ ഒരു ദിവസം മാച്ച് ഉണ്ടെങ്കിൽ ആ മാച്ചിന്റെ ഒരു നോർമൽ ഷെഡ്യൂൾ എങ്ങനെയായിരിക്കും എന്ന് പറയാമോ? ഫസ്റ്റ് തന്നെ എന്താ പറയാ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ചായിരിക്കും. നമ്മളെന്താ ഞാൻ പറയുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ചായിരിക്കും. അത് കഴിഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ജിമ്മിൽ പോയി സ്ട്രെച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതല്ലെങ്കിൽ കോച്ചിൻ്റെ കൂടെ പോയി ഫിറ്റ്നസ് കോച്ചിൻ്റെ കൂടെ നമുക്ക് ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ അങ്ങനെയാണ്, കൂടുതൽ ആലോചിക്കാനൊന്നും പോയില്ല. നമ്മൾ ഗെയിം കളിക്കും, ഞാനും ആഷിഖൊക്കെ. നമ്മൾ പ്ലേ സ്റ്റേഷൻ കൊണ്ടുപോകും, റൂമിൽ തന്നെ ഗെയിം കളിക്കും. പിന്നെ ലഞ്ചൊക്കെ ആകുമ്പോൾ എല്ലാവരും ഒരുമിച്ചായിരിക്കും. ഇത് മാച്ച് ഡേ -1 ആയിരിക്കും, മാച്ച് ഡേക്കും അതേപോലെ തന്നെയാണ്. അപ്പം ലഞ്ച് കഴിഞ്ഞു പിന്നെ ഒരു നാപ്പ് ഉണ്ട്, നല്ല അടിപൊളിയായിട്ട് ഒന്ന് ഉറങ്ങി അരമണിക്കൂർ. റിസ്ട്രിക്റ്റഡ് ആയിട്ട് എല്ലാവരും ആ സമയത്ത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യണം എന്നുള്ളതല്ലേ? ഇല്ല, അത് പ്ലേയേഴ്സിന്റെ രീതിയാണ്. ആകെ ലഞ്ചിനും ഇതിനൊക്കെ എത്തിയാൽ മതി. ബാക്കിയുള്ള എല്ലാവരും പ്രൊഫഷണൽ പ്ലേയേഴ്സ് ആണല്ലോ, എല്ലാവർക്കും അറിയാം എന്താ ചെയ്യേണ്ടത്. അപ്പൊ എല്ലാവരും, ഞാൻ കണ്ടത് ഒരു നൈസ് നാപ്പ് ഉണ്ടാവും, എന്തായാലും പവർ നാപ്പ് ഉണ്ടാവും. അത് കഴിഞ്ഞ് എല്ലാവരും ഒന്ന് താഴെ മീറ്റ് ചെയ്യും, സ്നാക്സ് ഉണ്ടാവും, പ്രീ മാച്ച് മീൽ പോലെ. അത് കഴിഞ്ഞ് പിന്നെ ഫോണൊക്കെ വിളിച്ച് പറഞ്ഞു ബസ്സിൽ കയറി നേരെ ഗ്രൗണ്ടിൽ പോയി ഫോൺ സബ്മിറ്റ് ചെയ്ത് ഉള്ളിൽ കയറും. അതായത് ഇപ്പോഴുള്ള ആളുകളുടെ ഒരു കൗതുകം, ഇത് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ഒരു 90 മിനിറ്റ്, ചിലപ്പോൾ 120 മിനിറ്റ് വരെ, 125, 126 മിനിറ്റ് വരെ, പിന്നീട് അത് ഷൂട്ട് ഔട്ട് വരെയൊക്കെ ഒരേ എനർജിയിൽ നമ്മൾ ആകെ കാണുന്നത് ഒരു ബോട്ടിൽ വെള്ളം കുടിക്കുന്നത് മാത്രമേ കാണാറുള്ളൂ. പിന്നെ ഒരു 45 മിനിറ്റിൽ ബ്രേക്കിൽ ആകെ 15 മിനിറ്റ് കിട്ടുക. അതിൽ തന്നെ ഈ ടീമിന്റെ ബാക്കി പ്ലാനിങ് കഴിഞ്ഞാൽ ഇവർ എന്ത് കഴിച്ചിട്ടാണ് ഈ എനർജി പിടിച്ചു നിൽക്കുന്നത് എന്നുള്ളത്. അത് ഓരോ പ്ലേയേഴ്സിന് ഓരോരോ സംഭവങ്ങൾ ഉണ്ടാവും, ന്യൂട്രീഷനിസ്റ്റ് ഉണ്ടാവും ഓരോ പ്ലേയേഴ്സിന്. അപ്പോൾ എല്ലാവരും ഒരു ടീമിന്റെ ഫിസിയോസ് കൊടുക്കുന്നത് ജെല്ലുണ്ടാവും, ഒരു പെട്ടെന്നൊരു എനർജി കിട്ടാനുള്ള ഒരു ജെല്ലുണ്ടാവും. ചില ആൾക്കാർ ആപ്പിൾ കഴിക്കും, ചില ആൾക്കാർ ബനാനാസ് കഴിക്കും, ജ്യൂസ് കുടിക്കും, കോക്കനട്ട് വാട്ടർ ഉണ്ടാവും. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ പിടിച്ചു വെക്കും. ഈ സഹല് ഇന്ത്യൻ ടീമിന്റെ ഭാഗമാകുമ്പോൾ മലയാളി എന്ന നിലക്ക് വരുന്ന സമയത്ത് IM വിജയൻ ഒരു സമയത്ത് പറഞ്ഞ കാര്യമുണ്ട്, നമ്മുടെ ചെക്കനല്ലടാവും പോയി കളിച്ച് വലുതാവട്ടെ എന്നുള്ള സാധനം, നമ്മളൊക്കെ പോയി പന്ത് തട്ടിന്നല്ലേ എന്ന്. സ്വാഭാവികമായിട്ടും IM വിജയൻ കളിച്ച സ്പേസിലേക്കാണ് ഇവിടുന്ന് അടുത്തൊരു മലയാളി എന്ന നിലക്ക് കൂടെ പോകുന്നത്. അപ്പോൾ IM വിജയൻ എന്ന് പറയുന്ന ഒരു ലെജൻഡറി ഫുട്ബോൾ പ്ലെയർ എന്ന നിലക്ക് സഹൽ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഈ വേറെ ലെവൽ പ്ലെയർ ആണ്. കാരണം ഇപ്പോഴും മൂപ്പരെ കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ കാണലുണ്ട്, സെവൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. അപ്പൊ തന്നെ നമുക്ക് ഒരു ആൾക്കാരെ ബോൾ തട്ടുന്നൊക്കെ കണ്ടാൽ മനസ്സിലാവില്ല എങ്ങനെ ആയിരിക്കും പണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഫീല് വേറെ തന്നെയാണ്. അപ്പൊ മൂപ്പര് നമ്മളോട് ഇങ്ങനെ കണ്ടാലൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കല്, അടിപൊളിയായി ട്രീറ്റ് ചെയ്യും നമ്മളെ, കൂടുതൽ പറഞ്ഞുതരും എന്തൊക്കെ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, അങ്ങനെയാണ്. അപ്പോൾ മൂപ്പര് വേറൊരു ആൾ തന്നെയാണ്. മൂപ്പര് മോനുണ്ട് നമ്മളെ കൂടെ തന്നെ,
ഈസ്റ്റ് ബംഗാൾ വീഡിയോ അനലിസ്റ്റ് ആണ്. അപ്പൊ നമ്മളെ ആ കോമ്പൗണ്ടിൽ തന്നെയാണ്, നമ്മൾ ഒരുമിച്ച് തന്നെ ഉണ്ടാവില്ല. അപ്പൊ മൂപ്പര് ഇടക്ക് വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ നമ്മളോട് നോർമൽ നമ്മളൊക്കെ ഉപ്പമാരെ സംസാരിക്കുന്ന പോലെ തന്നെയാണ് നമ്മളോട് സംസാരിക്കാതെ, നല്ല കണക്ഷനോടെ. അതേപോലെ അവിടെ വന്നാലും നമ്മളെ കൂടെ തന്നെ നിൽക്കും, നമ്മളെ കണ്ട് സംസാരിക്കും, മിങ്കിളാവും. പെട്ടെന്ന് തൃശ്ശൂർക്കാർ അങ്ങനെയാണല്ലോ, പെട്ടെന്ന് മിങ്കിളാവാൻ അടിപൊളി കണക്ട് ചെയ്യാൻ പറ്റും. രാഹുൽ അങ്ങനെയാണ്, മോൻ അങ്ങനെയാണ്, വിജയേട്ടൻ അങ്ങനെയാണ്. പ്രൊഫഷണൽ ഫുട്ബോൾ പ്രവണത ആഗ്രഹിക്കുന്ന ഒട്ടേറെ പേര് നമ്മുടെ നാട്ടിലുണ്ട്. പ്രധാനമായും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നോക്കിയാൽ കോളേജ് ടീം, അതല്ലെങ്കിൽ പ്രാദേശികമായിട്ട് നമ്മുടെ ഈവനിങ് ലീഗുകൾ ഉണ്ടാവും, അതല്ലെങ്കിൽ പിന്നെ സെവൻസ് ടൂർണമെന്റുകൾ, ഫെഡറേറ്റ് മത്സരങ്ങൾ ഉണ്ടാവുന്നത്. പക്ഷെ ഇതിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ, അതിൻ്റെ മുമ്പ് സീസണിലൊക്കെ ഇപ്പോൾ അനസും ആഷിഖൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പരസ്പരം തല്ലുകൂടുന്നത് ഇത് ഫുട്ബോളിന്റെ കൾച്ചർ അല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് സീനിയർ പ്ലേയേഴ്സ് പലപ്പോഴും അത് മെൻഷൻ ചെയ്യാറുണ്ട്, ഈ ഒരു കാര്യം ഇത് നിങ്ങളൊരു കാരണവശാലും ഫോളോ ചെയ്തല്ല ഇതിന്റെ സ്റ്റൈൽ എന്നുള്ളത്. ഇത് എത്രത്തോളം അപകടമാണെന്നുള്ള കാര്യം? ഇത് ഭയങ്കര അപകടമാണ്. കാരണം അവര് വിചാരിക്കും ഇത് കളിന്റെ സ്പിരിറ്റ് ആണ്. പക്ഷെ ഒരു പരിധി വരെയാണ് കളിന്റെ സ്പിരിറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ അത് നോർമൽ അടിയായി, നാടൻ തല്ലായി. അതല്ലല്ലോ ബാധിക്കുക. തീർച്ചയായും അത് ഇപ്പൊ അറിയാണ്ട് എവിടെങ്കിലും ഒരു സ്പോട്ടിൽ കൊണ്ടു കഴിഞ്ഞാൽ ആള് തീരും. അപ്പൊ അതല്ല ഫുട്ബോള്. അപ്പൊ അന്ന് തന്നെ ആ അനസ് ഭായി എല്ലാരോടും അത് ഷെയർ ചെയ്യാൻ പറഞ്ഞ് നമ്മളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര കാണാൻ നല്ല രസമുണ്ടായിരിക്കും, അടി ഉണ്ടായി. പക്ഷെ ഫുട്ബോള് അതല്ലല്ലോ, സ്റ്റൈലും അങ്ങനെ അല്ല. അപ്പൊ കൊറേ ഒക്കെ ഇപ്പൊ അങ്ങനെ ആയിട്ടുണ്ട് സെവൻസ് കളി. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പം ആരും അങ്ങനെ സെവൻസിലേക്ക് പോവാത്തത് എനിക്ക് തോന്നുന്നു. അതായത് പ്രൊഫഷണലി ഫുട്ബോൾ ഫോളോ ചെയ്ത് ഒരു താരമാകണം, അതല്ലെങ്കിൽ ടീമിന്റെ ഭാഗമാണെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളായ ആളുകൾ ഉണ്ടാവില്ല, അവരിപ്പോ ഈ ക്യാമ്പിലൊക്കെ പോകുന്നുണ്ടാവും. അവരൊരു പേഴ്സണലി അവര് ഇതിനെങ്ങനെ പൊരുത്തപ്പെടണം, അവരെന്ത് ഫോക്കസ് ചെയ്യണം, എന്ത് ഫോളോ ചെയ്യണം എന്നൊക്കെ പറയുകയാണെങ്കിൽ? എനിക്ക് എന്നോട് ആരെന്ത് ചോദിച്ചാലും ഞാൻ തന്നെ പറയല്, മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് അടിപൊളിയായിട്ട് ചെയ്യുക. ഇപ്പൊ പ്രാക്ടീസ് ആണെങ്കിൽ 100% കൊടുക്കുക. പിന്നെ ആൾക്കാർ പറയുന്നത് ശ്രദ്ധിക്കുക. കോച്ചസ് ലിസണിങ്, അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. അത് ശ്രദ്ധിക്കുക. പിന്നെ ഉപ്പ ഉമ്മ നമ്മളെ ഫാമിലി എല്ലാവരും പറയുന്നത് കേൾക്കുക. പിന്നെ എല്ലാത്തിനും ഒരു ടൈം ഉണ്ടാവുമല്ലോ. നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഈ ജൂനിയർ പ്ലെയർ ഒറ്റയടിക്ക് ഇപ്പൊ നാഷണൽ ടീമിൽ എത്താൻ പറ്റൂലല്ലോ. വെയിറ്റ് ചെയ്യാന്നുള്ളത്, ആ പേഷ്യൻസ് എന്തായാലും ഒരു പ്ലെയറിന് ഉണ്ടാവണം. അത് ചെറുപ്പത്തിൽ തന്നെ ശീലിച്ച് വരേണ്ട ഒരു സംഭവമാണ്. അപ്പൊ കുറെ ആൾക്കാർ, ഈ കുറെ പ്ലേയേഴ്സ് ഉണ്ട് കേരളത്തിൽ തന്നെ, അവരൊന്നും അവിടെ എത്താത്തത് ചിലപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ കാരണങ്ങളുണ്ടായിരിക്കും. അപ്പൊ ഞാനിവിടെ എത്തിയോണ്ട് ഞാൻ പറയുന്നതല്ല, പക്ഷെ എനിക്ക് കുറച്ച് ആൾക്കാരെ അറിയാം, നല്ല പ്ലേയേഴ്സിനെ എനിക്ക് അറിയാം. പക്ഷെ അവരെല്ലാം ഈ പേഷ്യൻസിന്റെ ചെറിയൊരു ഇതുകൊണ്ട്, അതേപോലെ ഇഞ്ചറി, അതും വേറെ കാര്യമാണ്. ഇഞ്ചറി വന്നിട്ട് കുറേ ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടുന്ന കുറേ പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ പാട്ടാണ്. അപ്പം അതൊക്കെ കടന്നു കഴിഞ്ഞാലേ നമ്മളൊരു പ്രൊഫഷണൽ പ്ലെയർ ആവുള്ളൂ. അവസാനമായിട്ട് നമ്മൾ ഇന്റർനാഷണൽ ഫുട്ബോളിലേക്ക് വരുന്ന സമയത്ത് ആസ്ഥാന മെസ്സി ഫാനാണെന്നുള്ളത് അറിയാം. കാരണം നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പ് സമയത്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, മലപ്പുറത്ത് നിന്ന് കണ്ണൂരിന്നുള്ളൊരു പയ്യൻ കരഞ്ഞ് ആദ്യ മാച്ച് തോറ്റ സമയത്തുള്ള വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സഹലിനെ കാണാൻ വരുന്ന സമയത്ത് നമുക്ക് സീസൺ പിടിക്കാണെന്നൊക്കെ പറഞ്ഞാൽ അവനെ ചേർത്ത് പിടിക്കുന്ന വിഷ്വലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതായത് ഈ മെസ്സി ഫാക്ടർ ശരിക്കും എങ്ങനെയാണ് വർക്ക് ചെയ്യണത് എന്നുള്ളത് എനിക്കറിയില്ല. അത് ഫുട്ബോൾ എനിക്ക് ഓർമ്മയുള്ള സമയം മുതൽ എനിക്ക് മെസ്സിനോട് എന്തോ ഒരു ഇത് തോന്നിപ്പോയി. പിന്നെ മൂപ്പര് ചെയ്യുന്നതെല്ലാം മാജിക്കാണ്. പിന്നെ ആ മാജിക്കിൽ അങ്ങനെ തന്നെ ഞാൻ നിന്നു. കൂടുതൽ വേറെ ഒന്നും നോക്കാനില്ല. എല്ലാം നമുക്ക് കിട്ടേണ്ടതെല്ലാം ആ പ്ലെയറിൻ്റെ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്, അറിവും കാര്യങ്ങളൊക്കെ. വർക്കിംഗ് ആയിക്കോട്ടെ, എല്ലാവരും പറയും ടാലൻറ്റഡ് ആണ്. പക്ഷെ ടാലൻറ്റ് മാത്രമല്ലല്ലോ, അതിൻ്റെ ബാക്കിൽ കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് മെസ്സി. അപ്പൊ അതൊക്കെ നമുക്കൊരു പഠിക്കാനുള്ള ലെസൺ ആണ്. നേരെ മറിച്ച് റൊണാൾഡോ, ഞാൻ മോശം പറയുന്നില്ല, റൊണാൾഡോയും കുറെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ എത്തുന്നത്. അപ്പൊ മെയിൻ തിങ് എന്ന് പറഞ്ഞത് ഹാർഡ് വർക്കാണ്, പിന്നെയാണ് ടാലന്റ് വരുന്നത്. അപ്പൊ ഇവര് ഈ പ്ലേയേഴ്സ് ഒക്കെ നമ്മള് മെസ്സി റൊണാൾഡോ എന്നൊക്കെ പറയുന്നത് അവരെ ഹാർഡ് വർക്ക് കണ്ടിട്ടാണ്, അവർ ഈ ലെവലിൽ എത്തിയോണ്ടാണ്.